ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വൈസ് പാണക്കാട്. സോ ഇന്നത്തെ ഒരു വീഡിയോ ടോപ്പിക്ക് എന്തായിട്ട് ചെയ്യുമെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇന്നൊരു ലൈവ് പോവാം. അതായത് ഇപ്പോൾ ഞാനൊരു ടോപ്പിക്കിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം പ്രിഫറൻസിൻ്റെ പുറത്താണ് ഞാൻ ആ ഒരു ടോപ്പിക്കിന് എടുക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ടെലഗ്രാമിൽ അറിയിച്ചിട്ട് സൂമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 10-120 ആൾക്കാർ ലൈവിലുണ്ടായിരുന്നു. ആൻഡ് നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ ഒരു ലൈവ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് പ്രൈസ് റീഡ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ എല്ലാത്തിനും ക്ലിയർ ആൻഡ് ക്രിസ്പായിട്ട് ഉത്തരം പറയാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്താണ് ഞാൻ മാർക്കറ്റിനെ വായിക്കുമ്പം, പ്രൈസിനെ വായിക്കുമ്പം ചാർട്ടിലുള്ള എൻ്റെ അപ്രോച്ച് എന്താണ് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ അവിടെ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ ലൈവിലുണ്ടായിരുന്ന അവർ തരുന്ന ദിവസം വെച്ചിട്ടാണ് ഞാനത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തുള്ളത്. ഞാൻ എഗെയിൻ പറയുകയും ചെയ്തു, ഏത് ചാർട്ടിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞോ, ഞാൻ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാൻ റെഡിയാണെന്നുള്ളത്. സോ എത്രത്തോളം ഞാൻ ചെയ്യുന്ന സെറ്റപ്പിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതൊരിക്കലും ഞാനൊരു ഭയങ്കര സംഭവം എന്ന് കാണിച്ചു കൊടുക്കാനല്ല, എന്തുകൊണ്ടാണ് ഒരേ ഒരു സെറ്റപ്പിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സോ എഗെയിൻ ഞാൻ പറയാണ്, എനിക്ക് ആകെയുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത് എൻ്റെ ചാർട്ട് റീഡിംഗ് സ്കില്ലിലാണ്. എൻ്റെ ചാർട്ട് റീഡിംഗ് സ്കില്ലിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉള്ളത്. ആ കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒരിക്കലും ഞാൻ ഇത്ര വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഇത്ര വലിയ സംഖ്യ ഞാൻ ഓരോ ദിവസവും ഏൺ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഈ ഭാഗത്തേക്കൊന്നും ഞാൻ പോകാറില്ല. കാരണം എന്താ, ഈ ഒരു സംഗതിയിൽ എൻ്റെ ചാർട്ട് റീഡിംഗ് സ്കില്ലിൽ എനിക്ക് കോൺഫിഡൻസ് കിട്ടി തുടങ്ങിയാൽ ബൈ ഡിഫോൾട്ട് എനിക്ക് എന്ത് കിട്ടും, എൻ്റെ ട്രേഡിൽ ക്വാണ്ടിറ്റി കൂട്ടാനുള്ള സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടുന്നതാണ്. സോ നമ്മൾ നോക്കേണ്ടത് എപ്പോഴും എന്താണ്, ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ട്രൈ ഉണ്ടാവേണ്ടത് നമ്മുടെ സ്കില്ലിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാവണം. ഒരിക്കലും നമ്മുടെ വലിയ പ്രോഫിറ്റുകൾ ഉണ്ടാക്കുക, തുടക്കത്തിൽ തന്നെ വലിയ പ്രോഫിറ്റുകൾ ഉണ്ടാക്കുക, യൂട്യൂബിലും മറ്റിടത്തും ആൾക്കാരെ ഒന്ന് തള്ളിമറിക്കുന്നത് പോലെ ഇത്ര വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കി ഈ സംഗതിനെ ഫോളോ ചെയ്യാനാവരുത് ഒരിക്കലും നമ്മളുടെ എഫേർട്ട് ഉണ്ടാവേണ്ടത് എൻ്റെ സ്റ്റഡീനെ ഡേ ബൈ ഡേ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ എഫേർട്ട് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. ട്രസ്റ്റ് മീ, ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ സ്റ്റഡി ചെക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗ്രൂപ്പിൽ സദ്ദാം എന്ന് പറഞ്ഞിട്ട് ഒരു IPO സൗദിയിൽ ലിസ്റ്റ് ആവുന്നതിനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഞാനത് കണ്ടിട്ട് ഞാൻ ആദ്യം ChatGPT പോയി നോക്കി ഏതാണ് സൗദിയിലെ ഇൻഡെക്സ് നോക്കിയിട്ട് ഞാൻ അതിനകത്ത് എൻ്റെ ചാർട്ട് റീഡിങ് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട് നോക്കുകയാണ്. അതിനകത്തും എനിക്കൊരു 80% ആക്യുറസിയിൽ അതിനകത്തും എൻ്റെ ചാർട്ട് റീഡിങ് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. സോ പറഞ്ഞു വന്ന കാര്യം, നമ്മളുടെ ചാർട്ടിലുള്ള നമ്മളുടെ സ്കില്ലിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഏത് ചാർട്ടിനെ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്താലും, ഏത് ചാർട്ട് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് സർട്ടൻ ആക്ഷൻസ് എല്ലാ ദിവസവും കാണിക്കുന്നുണ്ട്. ചാർട്ട് പാറ്റേൺസ് ആവട്ടെ, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻ്റ് ആവട്ടെ, ഇതൊക്കെ സിമിലർ ആയിട്ട് തന്നെ കാണുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ആ കോൺഫിഡൻസിനെ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ആൻഡ് ട്രേഡിംഗ് സൈക്കോളജി എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തുമ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ലൈവിൽ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ, ഞാൻ തോറ്റു എന്ന് ഒരു പോയിന്റിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അംഗീകരിക്കാനായിട്ട് ആദ്യമേ പഠിക്കുക. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ. ഞാൻ തോറ്റു പോകുന്നൊരു പോയിന്റിൽ ഞാൻ തോറ്റു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവിടെ ഞാൻ തോൽവി അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഓവർ ട്രേഡിങ്ങിലേക്ക് പോകില്ല, അങ്ങനെയുള്ള ബാക്കിയുള്ള അഭ്യാസങ്ങളിലേക്കൊന്നും പോകില്ല. അതിന് പകരം ഞാൻ തോൽക്കാൻ പാടില്ലാത്തവനാണ്, ഞാൻ മറ്റതാണ്, ഞാൻ വലിയ കൊണാണ്ടറാണെന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് പോകുന്ന വഴിയും കാണില്ല. ഇതൊക്കെയാണ് ട്രേഡിംഗ് സൈക്കോളജിയിൽ നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ ചിന്തിച്ചെടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, കാരണം എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂറിൻ്റെ സെഷൻ ഉണ്ട്. ബട്ട് എന്നാൽ പോലും നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വീഡിയോയിൽ കിട്ടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ നിർബന്ധമായിട്ടും നിങ്ങളുടെ ലൈക്കും ഷെയറും അവിടെ കാണണം, വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും അവിടെ കാണണം. എങ്കിൽ മാത്രമേ ഇനി വരും ദിവസങ്ങളിലും ഇതുപോലെയുള്ള ഇൻട്രാക്റ്റീവ് സെഷൻസ് ഞാൻ പ്ലാൻ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. എല്ലാവരും വീഡിയോ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും ലൈക്സും എല്ലാം തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളൊക്കെ നമുക്ക് വീണ്ടും കാണാം. സോ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് എല്ലാവരുടെയും കയ്യിൽ പെന്നും പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ, വെറുതെ ഒരു ഓർഡിനറി സെഷൻ എന്നുള്ളതല്ല. സോ ഞാൻ ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള പ്ലാനിലായിരുന്നു. സോ എന്ത് ചെയ്യും എന്നുള്ള ചിന്തയിൽ ഇരുന്നപ്പോഴാണ് എനിക്ക് തോന്നി, ഇപ്പം നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് നമ്മൾ ലൈവിൽ, അതായത് ഇപ്പം ഞാനൊരു യൂഷ്വലി അങ്ങനെ പ്രാക്ടീസോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഈ പറഞ്ഞതുപോലെ എന്താണ് വീഡിയോ ചെയ്യുക എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടൊന്നും അല്ല ചെയ്യാറ്, എനിക്ക് തോന്നുന്ന രീതിയിലാണ് ചെയ്യാറ്. ബട്ട് അത് എത്രത്തോളം എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിക്കൊള്ളുന്നില്ല. ബട്ട് സീരിയസ്ലി ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ലൈവ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഡൗട്ടുകൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവർക്ക് ലൈവിൽ ഡയറക്റ്റ്ലി ഇരുന്ന് ചോദിക്കാൻ പറ്റും, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സെഷൻ ഞാൻ പ്ലാൻ ചെയ്തത്. ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു റെക്കോർഡഡ് വേർഷൻ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും.
സോ നിങ്ങൾക്ക് അതിനെയും റെഫർ ചെയ്യാൻ പറ്റും. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചാണ്. ഇപ്പം നിങ്ങൾ അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ട, ഐ എം റെക്കോർഡിങ് ഇറ്റ്സ് ഓക്കെ. സോ നിങ്ങൾ അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ആം റെഡി ടു ഓപ്പൺ അപ്പ് എവറിത്തിങ്. സോ നിങ്ങൾ എത്രത്തോളം പ്രിപ്പയർ ആണ് എന്നുള്ളതാണ് കാര്യം കേട്ടോ. അപ്പം നിങ്ങൾ എത്രത്തോളം ഇൻട്രാക്റ്റീവ് ആണെന്നുള്ളതാണ് കാര്യം. മാർക്കറ്റിൽ നമ്മൾ നിൽക്കേണ്ടത് നമ്മളുടെ മാത്രം ആവശ്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു താല്പര്യം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. സോ എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വരുന്ന ഇഷ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇന്നിരുന്നിട്ട് ലൈവായിട്ട് ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. സോ എന്താണ് നിങ്ങളുടെ ഡൗട്ടുകൾ, എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, എന്താണ് പിന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകൾ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെസ്സേജിലായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വോയിസ് ആയിട്ടോ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഐ ഹോപ്പ് നിങ്ങൾക്ക് എൻ്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെസ്സേജ് ടൈപ്പ് ചെയ്തോളൂ, ഓറൽസ് എന്താ പറയുക, നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. വോയിസിൽ ചാറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഫണ്ടഡ് അക്കൗണ്ട് എടുക്കാൻ എളുപ്പമാണോ? ഫണ്ടഡ് അക്കൗണ്ട് എടുക്കാൻ എളുപ്പമാണോ എന്നുള്ള ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫണ്ടഡ് അക്കൗണ്ട് എല്ലാവരും ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ ഒരു തള്ളിക്കയറ്റം മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് തിങ്, ഫണ്ടഡ് അക്കൗണ്ടിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഫണ്ടഡ് അക്കൗണ്ട് എടുക്കാനായിട്ട് നിങ്ങൾ എത്ര പൈസയാണ് ഇതിന് വേണ്ടിയിട്ട് മുടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എക്സാക്ട്ലി അറിയാം. സോ അതുകൊണ്ട് തന്നെ ലെറ്റ്സ് സേ നമുക്ക് ഒരു $50 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് $5000 അക്കൗണ്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം 50 ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോയിട്ടില്ല. സോ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണ്, എൻ്റെ മാക്സിമം റിസ്ക് എന്ന് പറയുന്നത് $50 ആണ് എന്നുള്ളത് എനിക്കറിയാം. സോ ഇതിനകത്ത് എത്രയൊക്കെ അഭ്യാസം കാണിച്ചാലും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ പോകുന്നത് $50 മാത്രമാണ് എന്നുള്ളത് നമുക്ക് പച്ചവെള്ളം പോലെ അറിയാവുന്ന കാര്യമാണ്. അവിടെ നമ്മളുടെ ട്രേഡിംഗ് സൈക്കോളജി അതല്ലാന്നുണ്ടെങ്കിൽ പൊസിഷൻ മാനേജ്മെൻറ്റ് കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇതിനെതിരെ അഭിപ്രായമുള്ളവരുണ്ടാവാം, പിന്നെ പ്രോപ്പറായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഫണ്ടഡ് അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നവരും ഉണ്ടാവാം. ബട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഓൺ മണിയിൽ മണി മാനേജ്മെൻറ്റും റിസ്ക് മാനേജ്മെൻറ്റും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തതിന് ശേഷം ക്വാണ്ടിറ്റി സൈസിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിനെ, നിങ്ങളുടെ ഓൺ മണി വെച്ചിട്ട് നിങ്ങളുടെ ഒരു അക്കൗണ്ടിനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റിയതിന് ശേഷം യു ക്യാൻ തിങ്ക് ഫോർ എ ഫണ്ടഡ് അക്കൗണ്ട് എന്നുള്ളത് ഞാൻ പറയുള്ളൂ. കാരണം ഒന്നാമത്തെ കേസ് എന്താണെന്നറിയോ, നിങ്ങൾ വേറൊരാൾക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. ലെറ്റ്സ് സേ നമ്മളിപ്പോൾ $10,000 അക്കൗണ്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മറ്റേ ഫണ്ടിങ് പിപ്സിൽ $10,000 അക്കൗണ്ടിൽ ഫസ്റ്റ് ഫേസ് പാസ്സാവാനായിട്ട് 10%, സെക്കൻഡ് ഫേസ് പാസ്സാവാനായിട്ട് 8% ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ തെറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ തിരുത്തി തരാം. ഞാൻ ആ ഭാഗത്തേക്ക് അധികം നോക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര അറിയില്ല. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഫസ്റ്റത്തെ ഫേസ് 10%, സെക്കൻഡ് ഫേസ് 8% ആണെന്നുണ്ടെങ്കിൽ ഏകദേശം $1,800 നിങ്ങൾക്ക് ആദ്യം അവർക്ക് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം. അപ്പോൾ ആ $1,800 തത്തുല്യമായിട്ടുള്ളത് നിങ്ങൾ $10,000 അക്കൗണ്ടിനെ കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങൾ $100 നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ഫണ്ടായിട്ട് ആഡ് ചെയ്തതിന് ശേഷം അതിനെ നിങ്ങൾ ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് $18 ആണെന്ന് വെച്ചോ. മറ്റേ 10,000 നോക്കുമ്പോൾ 1,800, ഇതിനകത്ത് 100 നോക്കുമ്പോൾ $18 ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് വെച്ചോ. നിങ്ങളോട് തന്നെ പ്രൂവ് ചെയ്യുകയാണ്. അവിടെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഓൺ മണിയാണെന്നുള്ളത്. നിങ്ങൾ അവിടെ ഹെവി റിസ്ക്കുകൾ എടുക്കില്ല. മറ്റിടത്ത് നിങ്ങൾക്ക് എന്തുണ്ട്, $1,000 ലൂസ് ചെയ്യാനുള്ള പിന്നെ ചാൻസ് അവിടെയുണ്ട്, സ്പേസ് അവിടെയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ആവശ്യമില്ലാത്ത റിസ്ക്കുകൾ എടുക്കും. നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും പ്രോപ്പറായിട്ട് പോകില്ല. ആൻഡ് നിങ്ങൾ ഈ മറ്റുള്ളവർക്ക് പ്രൂവ് ചെയ്യുന്ന അതേ സമയം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ. നിങ്ങളുടെ ഓൺ അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൂവ് ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്കുകൾ നിങ്ങളറിയാണ്ട് നിങ്ങളത് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. കാരണം അവിടെ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സ്വന്തം കാശാണ്. മറ്റിടത്ത് $1,000 പോകുന്നതിൻ്റെ പേടി നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇവിടെ $10 കൂടുതൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഓക്കെ എൻ്റെ സ്വന്തം അക്കൗണ്ടിൻ്റെ 10% ആണ് പോയിട്ടുള്ളത് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൈക്കോളജി നിങ്ങൾ അറിയാണ്ട് ബിൽഡാവും. വൺസ് സൈക്കോളജിയോ കാര്യങ്ങളൊക്കെ ബിൽഡായതിനു ശേഷം നിങ്ങൾ ഫണ്ടഡ് അക്കൗണ്ടിലേക്ക് പോയിക്കോ, നല്ല കാര്യം. ബട്ട് അത് ബിൽഡ് ചെയ്യേണ്ട ആദ്യം. അതിനുശേഷം നമുക്ക് ഫണ്ടഡ് അക്കൗണ്ടിനെ കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യാം. എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ഇതാണ് കേട്ടോ. ഞാനൊരിക്കലും ഫണ്ടഡ് അക്കൗണ്ട് എന്നുള്ള രീതിയിലേക്ക് പോകാറില്ല. എനിക്ക് വേറൊരാൾക്കും പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ ക്യാപിറ്റലുണ്ട്, എൻ്റെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടായതുകൊണ്ട് എനിക്കിങ്ങനെ പറയാൻ ഈസിയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക, പച്ചക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വായിൽ വെള്ളിക്കരണ്ടി ആയിട്ട് ഉണ്ടായതൊന്നുമല്ല ഞാൻ. സോ ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്ത ക്യാപിറ്റലാണ്. സോ ഇപ്പം എനിക്ക് വെക്കുന്ന ടാസ്കുകൾ എന്തൊക്കെയാണെന്നറിയോ,
ഞാൻ ഓരോ ലെറ്റ്സ് സേ ഒരു 2-3 മാസം കൊണ്ട് ഒരു അക്കൗണ്ടിനെ എത്രത്തോളം ഗ്രോ ചെയ്യാൻ പറ്റും, ചെറിയൊരു അക്കൗണ്ടിനെ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രത്തോളം ഗ്രോ ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഒരു ടൈം വെച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ഒരു $100 അക്കൗണ്ട് പ്ലാൻ ചെയ്തതിന് ശേഷം, ഒരു $100 അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം അതിനെ ഇന്ന് 6 month ഓഫ് പീരീഡ് എനിക്കൊരു 500 എത്തിക്കണം, അല്ലെങ്കിൽ $1000 എത്തിക്കണം, ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നോക്കി. അതൊന്നും കൂടി നല്ലതാവും. അവിടെ നിങ്ങളുടെ ട്രേഡിംഗ് സൈക്കോളജിയും കാര്യങ്ങളൊക്കെ ബെസ്റ്റായിട്ട് ഇരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് കേട്ടോ. യാ വിക്സ് ട്രേഡിംഗ് അത് യൂഷ്വലി ചെയ്യുന്നുണ്ട് ഗ്ലോബലി, വിക്സിൽ ട്രേഡ് ചെയ്യാറുണ്ട്. ബട്ട് അത് ഇന്ത്യയിൽ അത്ര പോപ്പുലർ ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് അല്ല കേട്ടോ. ഫോറക്സ് ട്രേഡിന് മിനിമം എത്ര ക്യാപിറ്റൽ വേണം? മിനിമം ക്യാപിറ്റൽ എന്നുള്ള സംഗതി ട്രേഡിങ്ങിൽ ഫോർ മീ അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ എനിക്ക് $5 റിസ്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാനൊരു $100 അക്കൗണ്ട് പ്ലാൻ ചെയ്തതിന് ശേഷം, $100 അക്കൗണ്ടിലേക്ക് ഇട്ടതിന് ശേഷം ഒരു ദിവസം ഞാൻ $5 ലോസാണ് എടുക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ $100 തന്നെ ധാരാളമാണ് ട്രേഡ് ചെയ്യാനായിട്ട്, ട്രേഡ് ചെയ്ത് പഠിക്കാനായിട്ട്. ഈ $100 തന്നെ ധാരാളമാണ്. ഇവൻ ദോ ഞാൻ നമ്മുടെ പ്രൈവറ്റ് ചാനലുണ്ടല്ലോ, ടെലഗ്രാമിൽ IoT ഫോറക്സ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് $50 പ്ലാൻ ചെയ്താൽ മതി. ആ $50 നിന്ന് തന്നെ നിങ്ങൾക്ക് ആ അക്കൗണ്ട് ഡബിളും ട്രിപ്പിളും ഒക്കെ ആക്കിയെടുക്കാൻ പറ്റും. കാരണം ഞാൻ തരുന്ന ട്രേഡുകൾ അത്രയും ബെസ്റ്റ് ട്രേഡുകളാണ് അതിനകത്ത് തരുന്നത്. സോ നിങ്ങളതിനെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടാവും. നിങ്ങളുടെ അക്കൗണ്ടിൽ ഗ്രോ ഉണ്ടായിട്ടില്ല, നിങ്ങൾ ഇപ്പോൾ പബ്ലിക്കിലായിരിക്കുന്നത്, നിങ്ങൾ പറഞ്ഞാൽ മതി അതിനകത്ത് എത്രത്തോളം പെർസെൻറ്റേജ് ഗ്രോ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. ഡെഫിനറ്റ്ലി ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ എൻ്റെ അക്കൗണ്ടിൽ ആ ഗ്രോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ എടുക്കുന്ന അത്ര പ്രോഫിറ്റിന് ആ ഒരു ലെവലിലല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ബട്ട് അവിടെ ഒരു മിനിമം പ്രോഫിറ്റ് ആയി കഴിഞ്ഞാലാണ് ഞാൻ ട്രയൽ ചെയ്യാനും പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാനും പറയുന്നത്. ഇന്നലെ അടക്കം മിഞ്ഞാന്നടക്കം അവിടെ സ്റ്റോപ്പ് ലോസ് വരുന്നില്ല എന്നാണ് അതിനർത്ഥം. വരുന്നുണ്ട്, ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. കാരണം ഞാൻ ട്രേഡറാണ്, ഞാനൊരു മാജിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല കാണിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി എനിക്ക് സ്റ്റോപ്പ് ലോസുകൾ കിട്ടും. സോ അതുകൊണ്ട് തന്നെ അവിടെ മിനിമം ക്യാപിറ്റൽ എത്ര എന്നുള്ളൊരു കാര്യം വരുന്നില്ല. ഇവൻ തോ നിങ്ങളുടെ കയ്യിലുള്ള $50 ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ $100 ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മാന്യമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സൈക്കോളജി ബെസ്റ്റാക്കി ബിൽഡ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളൊരു ഫണ്ടഡ് അക്കൗണ്ടിന് മുടക്കുന്ന $50 കൂട്ടത്തിൽ ഒരു 15 കൂടി ആഡ് ചെയ്തിട്ട് സ്വന്തം അക്കൗണ്ടിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് സൈക്കോളജി ബെസ്റ്റാക്കി എടുക്കാൻ പറ്റും. ഇത് സിമ്പിളായിട്ടുള്ള തത്വമാണ്. എന്താ പറയുക, കഥ പറച്ചിലോ ചിന്തയോ ഒന്നുമില്ല അതിൻ്റെ കൂട്ടത്തിൽ. സിമ്പിളായിട്ട് നിങ്ങളുടെ സൈക്കോളജി മെയിൻറ്റെയിൻ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഓൺ മണി വെച്ചിട്ട് ട്രേഡ് ചെയ്യണം. നിങ്ങളുടെ സൈക്കോളജി ഇമ്പാക്റ്റ് ആയിട്ട് എത്രത്തോളം അത് പ്ലേ ആവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഓൺ മണി വെച്ചിട്ട് ട്രേഡ് ചെയ്യണം. കിരൺ, ചാർട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് 1 hour then 5 minutes or from 4 hour or from 4 hour ഏതാണ് ബെറ്റർ? ആശാൻ ഏതൊക്കെയാണ് ചെയ്യാറ്? നല്ലൊരു ബെസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഇതാണ് ഞാൻ നിങ്ങളടുത്ത് ഫസ്റ്റ് പറഞ്ഞത്. നിങ്ങൾ എത്രത്തോളം ഈ ഒരു സെഷനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിന്ന് ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. സോ ഇപ്പോൾ കിരൺ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് 1 hour then 5 minutes അങ്ങനെ എങ്ങനെയാണ് ഞാൻ ഇതിനെ പ്ലാൻ ചെയ്യുന്നതെന്നുള്ളതാണ്. എൻ്റെ സ്റ്റഡി ഒരിക്കലും ഒരു 5 minutes അല്ലെങ്കിൽ 15 minutes 1 hour 4 hour എന്നുള്ള പോയിന്റിൽ ഞാൻ സ്റ്റക്ക് ആവാറില്ല. അതായത് ഇപ്പം ലെറ്റ്സ് സേ ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് ആപ്പിളിൻ്റെ ചാർട്ടിലാണ്. ജസ്റ്റ് ടൈപ്പ് എനി ഡേറ്റ്, നമുക്ക് പോകാൻ പറ്റുന്നൊരു ഡേറ്റ് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തേ. നമുക്ക് ആപ്പിളിൻ്റെ ചാർട്ടിൽ പോകാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഡേറ്റിന് അവിടെ മുതൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് എൻ്റെ സ്റ്റഡി വരുന്നതെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു ഡേറ്റിന് ടൈപ്പ് ചെയ്തേ പെട്ടെന്ന്. 26th ഏത് മന്താണ്? 26th ഏത് മന്താന്ന് കൂടി ടൈപ്പ് ചെയ്യൂ. ജാനുവരി നമുക്ക് പോകാൻ പറ്റുമോ നോക്കാം. നമുക്ക് ജാനുവരി 5 minute ടൈം ഫ്രെയിം ചാർട്ടിൽ പോകണം നമുക്ക്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ജാനുവരി 5 minute ഒന്ന് പോകാൻ പറ്റുമോ നോക്കാം. ജാനുവരി 26th ഓക്കെ. ജാനുവരി 26th യെസ്. ജാനുവരി 27th നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. സോ ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ സ്റ്റഡിനെ ആഡ് ചെയ്യാൻ പോവാണ്. എന്താണ് ഈ ഒരു ചാർട്ടിൽ എങ്ങനെയാണ് ഈ ഒരു ചാർട്ടിന് ഞാൻ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആദ്യം സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തട്ടോ. എങ്ങനെയാണ് ചാർട്ടിന് നമ്മൾ ഒരു പ്രോ ലെവലിൽ റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ അത് പറഞ്ഞു തരാൻ പോകുന്നത്. വ്യക്തമായിട്ട് മനസ്സിലായിക്കോ. ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോ, എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ.
സോ ഇപ്പം ഞാൻ ജനുവരി 26 നിങ്ങൾ പറഞ്ഞ ഡേറ്റ് ആണ് ജനുവരി 26 ആപ്പിളിൻ്റെ ചാർട്ടിലുള്ളത്. ഞാൻ അതിനകത്ത് ട്രേഡൊന്നും ചെയ്യാറില്ല, ഞാൻ വാച്ച് ചെയ്യാറുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ ചാർട്ടുകളും ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. സോ ഫസ്റ്റ് തിങ് ഞാൻ എന്താ പോകുന്നതെന്ന് അറിയോ? ഫസ്റ്റ് തിങ് ഞാൻ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്കാണ് പോകുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, പ്രൈസിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ആദ്യം നോക്കുന്നത്. സോ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്താണ് ജനുവരി 26 പ്രൈസ് നിൽക്കുന്നത് ഈ ഒരു ലെവലിലാണ്. ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രീവിയസ്ലി സൂപ്പർ ആയിട്ടുള്ള സപ്പോർട്ട് മാർക്കറ്റ് എടുത്തിട്ടുള്ള ലെവലാണ് ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് എന്തായിട്ടുണ്ട്, പ്രീവിയസ്ലി മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ മാർക്കറ്റ് പ്രീവിയസ്ലി ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. എഗെയിൻ മാർക്കറ്റ് എന്തായി പോയിട്ടുണ്ട്, മുകളിലേക്ക് തന്നെ ഡ്രാഗ് ആയിട്ടുണ്ട്. എഗെയിൻ ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ടുണ്ട്, ഗ്യാപ്പ് ഡൗൺ ഉണ്ടായിട്ടുണ്ട്. എഗെയിൻ കയറി വന്നിട്ടുണ്ട്, സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ ഫേക്ക് ബ്രേക്ക് ഔട്ടോ കാര്യങ്ങളൊക്കെ കാണിച്ചു. എഗെയിൻ ഈ ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഷാർപ്പായിട്ടുള്ളൊരു ഫോൾ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇങ്ങോട്ടേക്ക് പ്രൈസ് രണ്ടാമത് തിരിച്ചു വരികയാണ്, അഗ്രസീവ് ആയിട്ടുള്ളൊരു ഫോൾ ആയിട്ടാണ് മാർക്കറ്റ് തിരിച്ചു വരുന്നത്. ആൻഡ് ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് എഗെയിൻ ഒരു സപ്പോർട്ട് എടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഫെയിലിയർ ആവോ സസ്റ്റെയിൻ ആവോ എന്നുള്ളതൊന്നും നമുക്കറിയാൻ പറ്റില്ല. ബട്ട് ഇവിടെ മാർക്കറ്റ് എന്താവുന്നുണ്ട്, ഒരു സപ്പോർട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഓവറോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് നിയർ ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആണ് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. സോ എന്തായി, നമ്മളുടെ വ്യൂ എന്തായി, നെഗറ്റീവ് സൈഡിലേക്ക് മാർക്കറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇവിടെ മാർക്കറ്റ് പ്രീവിയസ്ലി ഉള്ള ഒരു സപ്പോർട്ടിൽ നിന്ന് സപ്പോർട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഇവിടുന്ന് ഒരു ചെറിയ പുഷ് നമുക്ക് മുകളിലേക്ക് കാണിക്കാനുള്ള സ്പേസും ഉണ്ട്. എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം, ഇവിടെ നമുക്ക് എന്താണ്, നമ്മൾ നോക്കുമ്പോൾ സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ പ്രൈസിനെ വായിക്കാറ്, പ്രൈസിൻ്റെ സ്ട്രക്ചർ നമ്മൾ എങ്ങനെ വായിക്കാറ്, മാർക്കറ്റ് ഒരു ഹൈ ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് ഒരു ലോ ഉണ്ടാക്കി, ഇനി ഡൗൺ ട്രെൻഡിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം മാർക്കറ്റ് എന്തിനാവണം, ഈ ഹൈയിൻ്റെ താഴെ ഒരു ഹൈ ഉണ്ടാക്കണം. സോ ഒരു ലോവർ ഹൈ ഉണ്ടാക്കണം. ലോവർ ഹൈ ഉണ്ടാക്കാനായിട്ട് മാർക്കറ്റ് വരണം. ഇനി മാർക്കറ്റ് ലോവർ ഹൈ ഉണ്ടാക്കിയിട്ട് താഴെ വന്നിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ട്രെൻഡ് വാസ് ടേൺ ടു ഡൗൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതല്ല, ഈ ലോവർ ഹൈ ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ ഈ ലോയിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സപ്പോർട്ട് വാലിഡ് ആയിട്ട് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോവുകയാണെന്നുള്ളതാണ് സിമ്പിളായിട്ട് ഈ ചാർട്ടിൽ കാണാൻ പറ്റുന്ന കാര്യം അല്ലേ. ഓവറായിട്ടുള്ള എന്താ പറയുക, അതിനകത്ത് ഒരു മാജിക്കോ കവടി നിരത്തേണ്ട അഭ്യാസമോ കാര്യങ്ങളോ ഇൻഡിക്കേറ്ററോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. സോ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഒരു പുതിയ ലോവർ ഹൈ ഉണ്ടാക്കാനായിട്ട്, അതല്ലെന്നുണ്ടെങ്കിൽ പുതിയ ഹയർ ലോ ഉണ്ടാക്കാനായിട്ടോ മാർക്കറ്റ് ശ്രമിക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് ട്രെൻഡിനെ റിവേഴ്സ് ആക്കാൻ മാർക്കറ്റ് ശ്രമിക്കും എന്നുള്ളത് നമുക്കറിയാം. സോ ഈ സ്റ്റഡിയും വെച്ചിട്ട് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ എന്താണെന്നുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കി. ആൻഡ് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഡെയിലി ടൈം ഫ്രെയിം ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ടൊരു പ്രോപ്പർ ബുള്ളിഷ് ക്യാൻഡിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്, ഈ ചാർട്ടിനകത്തേക്ക് ബയ്യർ ആക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹാമർ ക്യാൻഡിലും ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലും കണക്കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് നിന്നാണ് ചാർട്ടിനകത്തേക്ക് ബയ്യർ ആക്റ്റീവ് ആയിട്ടുള്ളത്. ഇനി മേജർ ഫോൾ വരണമെന്നുണ്ടെങ്കിൽ ഈ ലെവലിൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് പോകേണ്ടതുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും റോക്കറ്റ് സയൻസ് ഉണ്ടോ? ഇല്ല, നത്തിങ്, ഒന്നുമില്ല അല്ലേ. സോ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇനി ഞാൻ 1 hour ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ജസ്റ്റ് ക്വിക്കായിട്ടൊന്ന് പോയി വരാൻ പോവാണ്. എന്താണ് പ്രൈസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. സോ എനിക്കിവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഈ ഒരു പോയിന്റിലായിട്ട് മാർക്കറ്റ് പ്രീവിയസ്ലി ഒരു റെസിസ്റ്റൻസ് എടുത്ത പോയിന്റ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു പോയിന്റ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഇവിടെയും എനിക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, മാർക്കറ്റ് ഇവിടുന്ന് ഒരു ലോ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ ഒരു ചെറിയ ഹയർ ലോ ഉണ്ടാക്കിയിട്ടുണ്ട്. എഗെയിൻ ഇതൊരു ഹയർ ലോ ആയിട്ട് മാറും ഇവിടുന്ന് മാർക്കറ്റ് പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ എന്താവും, മാർക്കറ്റ് ഇവിടുന്ന് ഡൗണിലേക്ക് തന്നെ റിവേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇനി ഞാൻ 5 minute ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകാൻ പോവാണ്. ഓക്കെ, 5 minute ടൈം ഫ്രെയിം ചാർട്ടിൽ പുതിയ ദിവസത്തിന് ഞാൻ ബാർ റീപ്ലേ ചെയ്യുമ്പം എന്താണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. അടുത്ത ദിവസം ഓപ്പൺ ചെയ്തു, മാർക്കറ്റിൽ എന്തുണ്ടായി, പ്രോപ്പറായിട്ടൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഫർദർ പ്രീവിയസ്ലി ഉണ്ടായിട്ടുള്ള ഈ ഒരു ചെറിയ കാണുന്ന ഒരു ബൈയിങ്ങിനെ മാർക്കറ്റ് എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പ്രീവിയസ്ലി ഉള്ള റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള റെസിസ്റ്റൻസ് ആണിത്, അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. സോ ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്താണ്, പ്രോപ്പറായിട്ടൊരു 5 minute ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ മാർക്കറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് 5 minute ക്യാൻഡിൽ പ്രോപ്പറായിട്ടൊരു ബുള്ളിഷ് ക്യാൻഡിൽ മാർക്കറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എഗെയിൻ മാർക്കറ്റിൽ ഇവിടെ സെല്ലേഴ്സ് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. എഗെയിൻ ബയർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുഷ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എനിക്കിവിടെ ഇന്നത്തെ ദിവസത്തേക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഞാനൊരു ലെവലായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് വേറെ ഒരു ഭാഗത്തേക്കും ഞാൻ പോകുന്നില്ല. ഇവിടെ ഞാൻ ലെവലായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് ലെറ്റ്സ് സേ ഈ ക്യാൻഡിൽ ഞാൻ മാർക്ക് ചെയ്യാൻ കാരണം എന്താണ്, ഇവിടെ നിന്നാണ് സെല്ലർ ട്രൈ ചെയ്ത് ബയ്യർ വീണ്ടും പുഷ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ക്യാൻഡിലെ താഴത്തേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് താഴത്തേക്കുള്ള ചെറിയൊരു മൊമെൻറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ അപ്പോ സൈഡിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം, ഇവിടെയുള്ള ഈ ഒരു റൗണ്ട് നമ്പറിനെ 228 എന്നുള്ള ഈ നമ്പറിനെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റിൽ ഒരു പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ഫർദർ അപ്പർ സൈഡിലേക്കുള്ള മൊമെൻറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ലെറ്റ്സ് സേ നമ്മൾ 15 minute ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, ഓക്കെ ഫസ്റ്റ് ക്യാൻഡിൽ ഒരു എന്തുണ്ടാക്കിയിട്ടുണ്ട്, ഒരു പ്രോപ്പർ ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മിഡിൻ്റെ താഴത്തേക്കൊന്നും മാർക്കറ്റ് വന്നിട്ടില്ല. അതായത് ഈ ഫസ്റ്റ് 5 minute ക്യാൻഡിലെ മിഡിൻ്റെ താഴത്തേക്കൊന്നും മാർക്കറ്റ് വന്നിട്ടില്ല. സോ ഏറ്റവും മിനിമം ഈ ഒരു ചാർട്ടിൽ നിന്ന്
ആര് എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അഗ്രസീവായിട്ട് ഇവിടെ ബൈയിലേക്ക് കയറിയിട്ടുള്ള ആളുകൾ എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിലെ താഴത്തേക്കെങ്കിലും മാർക്കറ്റ് വരണം. അതല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ആ ഒരു ദിവസത്തേക്ക് ഇന്നലെ സംഭവിച്ചത് നമ്മൾ ടോട്ടൽ അനാലിസിലവിടെ വെച്ചു. ഇനി ഈ ഒരു ദിവസത്തേക്ക് മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കും. സോ നമുക്ക് എന്തിനെ പ്ലാൻ ചെയ്യാം? ഇതിൻ്റെ മുകളിൽ ഒരു പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു ബൈ, ഇതിൻ്റെ താഴെ നമുക്കൊരു പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു സെല്ല് എന്നുള്ള ലെവലിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. സോ നമുക്കൊന്ന് ബാർ റീപ്ലൈ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, നമ്മുടെ സെല്ല് ഇവിടെ ആക്റ്റീവായി. ബട്ട് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വന്നു ആൻഡ് ഇവിടെ നമുക്ക് വീണ്ടും ബൈ ആക്റ്റീവായി. നമ്മുടെ ബൈ സൈഡിലേക്ക് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ ഒരു പോയിന്റിൽ നമുക്ക് എന്ത് കിട്ടി? ഒരു സ്റ്റോപ്പ് ലോസ് കിട്ടി ആൻഡ് ഓൺ ദ അപ്പർ സൈഡ് നമുക്ക് എന്തായി? ഒരു ടാർഗറ്റും കിട്ടി അല്ലേ. എന്തൊക്കെ സ്റ്റഡിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. സോ ഇവിടെ ഇതിൻ്റെ താഴെ പ്രോപ്പറായിട്ട് ക്യാൻഡിൽ ക്ലോസ് കിട്ടി. ഡെഫിനറ്റ്ലി എനിക്ക് അതിൻ്റെ മുകളിൽ ഒരു SL കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഇവിടെ അടുത്ത ട്രേഡ് ഇവിടെ ആക്റ്റീവായി. മുകളിലേക്കുള്ള ക്യാൻഡിൽ ക്ലോസ് ഇവിടെ വന്നു. പ്രോപ്പറായിട്ടുള്ള ക്യാൻഡിൽ ക്ലോസ് ഏതാണോ അതിൻ്റെ മുകളിൽ എനിക്ക് ട്രേഡ് ആക്റ്റീവായി. അതിൻ്റെ തൊട്ടടുത്ത സ്വിങ്ങിൽ തന്നെ ഞാൻ SL കീപ്പ് ചെയ്തു. അവിടുന്ന് എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ടാർഗറ്റും കിട്ടി അല്ലേ. ഇതാണ് എൻ്റെ സ്റ്റഡി ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് വെരി നെക്സ്റ്റ് ഡേയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അടുത്ത ദിവസത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ വാച്ച് ചെയ്യാൻ പോകുന്നത്? എഗെയിൻ സെയിം സ്റ്റോറിനെ തന്നെയാണ് ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടുന്ന് എന്തുണ്ടായിട്ടുണ്ട്? അഗ്രസീവ് ആയിട്ടുള്ളൊരു ബൈയിങ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? ഇവിടുന്ന് സെല്ലർ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ നിന്ന് ലാസ്റ്റ് ബൈയിങ് വന്നിട്ടുണ്ട്. ഈ ക്യാൻഡിലിനെയാണ് ഞാനിവിടെ നോക്കിയിട്ടുള്ളത്. കാരണം എന്താ? ഇവിടുന്നാണ് ലാസ്റ്റ് ബൈയിങ്, ഈ ക്യാൻഡിലിൻ്റെ ശേഷം ലാസ്റ്റ് ബൈയിങ് വന്നിട്ടുള്ള പോയിന്റ് ഇതാണ്. മാർക്കറ്റ് അവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കയറാനായിട്ട്. സോ ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു ലെവലിനെ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ആൻഡ് ഓൺ ദ അപ്പർ സൈഡ് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് എന്താ? ഇവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് റിജക്ഷൻ വരുന്നത് എവിടുന്നാണ്? ഈ ക്യാൻഡിൽ നിന്ന് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഇൻഡസ്ട്രിയൽ ക്യാൻഡിലായിട്ടുണ്ട്. ഒരു സെൽ ഓഫ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഞാൻ ആ ലെവലിനെ മാർക്ക് ചെയ്ത് നോക്കുകയാണ്. ഐ എം ഗോയിങ് ടു മാർക്ക് ഈ ഒരു ലെവൽ. ഓക്കെ, 36 എന്നുള്ള ലെവലിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്കും മുകളിലേക്കുമായിട്ട് ഞാനൊരു ട്രേഡിനെ പ്ലാൻ ചെയ്യും. ഇവിടെ എനിക്കൊരു പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. വൺ റേഷ്യോ 3ൻ്റെ അടുത്തുള്ള 2ൻ്റെ അടുത്തുള്ള ടാർഗറ്റ് നമുക്ക് ഇപ്പം തന്നെ നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ. മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയാണ് ഞാൻ കാര്യങ്ങൾ മാർക്ക് ചെയ്യുന്നത്? മനസ്സിലാവുന്നുണ്ടോ? സോ ഇപ്പം ഈ ഒരു 2 ദിവസത്തോടുകൂടി എനിക്ക് കാര്യം എന്ത് മനസ്സിലായി? ഓക്കെ, മാർക്കറ്റ് പ്രീവിയസ്ലി ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ എന്തായിരുന്നു? സ്ട്രക്ചർ എന്തായിരുന്നു? ഡൗൺ ആയിരുന്നു. ഇത് മാർക്കറ്റ് ഇവിടെ ഒരു ലോവർ ഹൈ ഉണ്ടാക്കാനായിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അഗെയിൻ തിരിച്ചു വന്നിട്ട് ട്രെൻഡിനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഫർദർ ഈ ഒരു ലെവലിനെയൊക്കെ ടേക്കൻ ഔട്ട് ചെയ്യാനായിട്ട് മുകളിലേക്ക് പോകുമെന്നുള്ളത് ഇവിടെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റഡിയാണ്. അത് വെച്ചിട്ട് 2 ദിവസം ഞാൻ എന്ത് ചെയ്തു? ട്രേഡിനെ പ്ലാൻ ചെയ്തു. ഇനി എഗെയിൻ ഇപ്പം എനിക്ക് കാണാൻ പറ്റുന്ന ലാസ്റ്റ് ചാർട്ടിൽ കാണാൻ പറ്റുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ്? ഇവിടെ ഉണ്ടാവുന്ന ക്യാൻഡിൽസ് എല്ലാം തന്നെ നല്ല സ്ട്രോങ് ക്യാൻഡിൽസ് ആയിട്ട് വരുന്നുണ്ട്. സോ ഇവിടുന്ന് ഒരു അഗ്രസീവ് ആയിട്ടുള്ള അപ്പർ സൈഡിലേക്കുള്ള ഒരു മൊമെൻറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവിടുന്ന് താഴത്തേക്കുള്ള ട്രേഡ് വരികയാണെങ്കിൽ തന്നെ ഞാൻ അഗ്രസീവായിട്ട് ഞാൻ ഒരിക്കലും ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതും എനിക്കിവിടെ മനസ്സിലായിട്ടുണ്ട്. ആൻഡ് എഗെയിൻ ഞാനിവിടെ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എഗെയിൻ അടുത്ത ദിവസത്തേക്ക് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എഗെയിൻ നമുക്ക് അടുത്ത ദിവസത്തേക്കുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ 2 ദിവസം നമ്മൾ ടെസ്റ്റ് ചെയ്തു. 2 ദിവസം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ ടാർഗറ്റിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ആൻഡ് എഗെയിൻ അടുത്ത ദിവസം മാർക്കറ്റിൽ ചെറിയൊരു സ്ലൈറ്റ്ലി ഗ്യാപ്പ് ഡൗൺ മാർക്കറ്റ് ഉണ്ടാക്കി. സോ ഈ ഗ്യാപ്പ് ഡൗൺ നമുക്ക് കാണാൻ പറ്റുന്ന കേസ് എന്താണ്? പ്രീവിയസ്ലി വന്നിട്ടുള്ള അതേ ഒരു ലെവലിൽ തന്നെ മാർക്കറ്റിൽ എന്തുണ്ടാവുന്നുണ്ട്? റിജക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരു ദർവാസ് ബോക്സ് ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ് ആണ്. ഇവിടെ ഒരു ക്യാൻഡിലിൻ്റെ ക്ലസ്റ്റർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെയുള്ള സ്റ്റഡി വരുമ്പം, ഇങ്ങനെ ഒരു സിനാരിയോ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന 2 കാര്യങ്ങൾ എന്താണെന്നറിയോ? ദർവാസ് ബോക്സിൽ നമ്മൾ ക്ലിയർ ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്താണ്? ദർവാസ് ബോക്സിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള മൂവ് നമുക്ക് കിട്ടാറുണ്ട്. അതേപോലെ ദർവാസ് ബോക്സിൽ ഇപ്പോൾ നിയർലി വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിൽ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാക്ക് ടു സ്ട്രീം എനിക്ക് കാണാൻ പറ്റുന്ന ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ഒരു ഫേക്ക് കാണിച്ചിട്ട് മാർക്കറ്റ് പോകാറുണ്ട്. സോ എന്തായാലും നമ്മൾ വേറൊന്നും മൈൻഡാക്കാൻ പോകുന്നില്ല. ഇവിടെ താഴത്തേക്ക് ട്രാപ്പ് വന്നു കഴിഞ്ഞാൽ ഓക്കെ, SL ബുക്ക് ചെയ്തു, ഞാൻ മാറി. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? ഒരു ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് 10,000 ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ കഥ പറയാനുണ്ടാവും. ട്രേഡിംഗ് സൈക്കോളജി അങ്ങനെയാണ്, ട്രേഡിംഗ് സൈക്കോളജി ഇങ്ങനെയാണ്, ചക്കയാണ്, മാങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു മണ്ണാങ്കട്ടിയല്ല. സിമ്പിളായിട്ട് നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് SL അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തോറ്റു എന്ന് അംഗീകരിച്ചാൽ മാത്രം മതി. ഞാൻ വലിയ കൊണാണ്ടറാണെന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അക്കൗണ്ട് പോകുന്ന വഴി കാണില്ല. മനസ്സിലാവുന്നുണ്ടോ? ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ആ സിമ്പിൾ ആസ് ദാറ്റ്. ഞാൻ തോറ്റു എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇവിടെ എനിക്ക് SL അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ SL ഹിറ്റായി, അന്നത്തെ ദിവസം കഴിഞ്ഞു. നിങ്ങളില്ലാത്ത ദിവസങ്ങളിലും, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ മാർക്കറ്റ് ഉണ്ട്.
നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും മാർക്കറ്റ് ഉണ്ട്. സോ സിംപ്ലി നാളെയും മാർക്കറ്റ് ഉണ്ടാവും. സോ വൺസ് SL കിട്ടിക്കഴിഞ്ഞാൽ അത് ബുക്ക് ചെയ്തിട്ട് മാറാൻ പഠിക്കുക. അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇവിടെ എൻ്റെ സ്റ്റഡി ഞാൻ വെച്ചു, അതിൻ്റെ കൂട്ടത്തിൽ ലെവൽസിനെ ഞാൻ മാർക്ക് ചെയ്തു, ഇതിൻ്റെ താഴത്തേക്കോ മുകളിലേക്കോ ആയിട്ട് ഞാൻ എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്യും. ഇതാണ് എൻ്റെ സിമ്പിളായിട്ടുള്ള എൻ്റെ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അഗെയിൻ അടുത്ത ദിവസം എന്തായിട്ടുണ്ട്, നമുക്ക് മോശമില്ലാത്തൊരു പ്രോഫിറ്റ് മാർക്കറ്റ് അടുത്ത ദിവസം നമുക്ക് കാണിച്ചു തന്നു. ആൻഡ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, ഇപ്പം നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, ഇവിടെ ഒരിക്കൽ പോലും എനിക്ക് എന്തായിട്ടില്ല, ഈ ഒരു പോയിന്റിലാണെന്നുണ്ടെങ്കിലും എനിക്ക് എന്തായിട്ടില്ല, ഇപ്പം ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഡെഫിനറ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബട്ട് ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസിലും എന്താ സംഭവിക്കുന്നത്, നമ്മളിവിടെ ഒരു ലെവൽ വരച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഞാനൊരു ലെവൽ വരച്ചു കഴിഞ്ഞാൽ ആദ്യമേ ഞാൻ ഒരു സൈഡിനെ എലിമിനേറ്റ് ചെയ്ത് കളയാണ്. സിയിലും പിയിലും SL വാങ്ങാത്ത എത്ര ആൾക്കാർ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞ്, സിയിലും പിയിലും നിരത്തി പിടിച്ച് SL വാങ്ങിക്കാത്ത എത്ര ആൾക്കാർ ഇതിനകത്തുണ്ട്? ഡെഫിനറ്റായിട്ട് വാങ്ങിക്കാറുണ്ട് അല്ലേ. സോ ആദ്യമേ നമുക്ക് ഈ ഒരു പണി ചെയ്താൽ പോരെ, ഒരു സൈഡിനെ ആദ്യമേ എലിമിനേറ്റ് ചെയ്ത് അങ്ങോട്ട് കളഞ്ഞു, ആ സൈഡിൽ വരുന്ന SL ഞാൻ വാങ്ങിക്കുന്നില്ല. സെറ്റല്ലേ. സോ ഇവിടുന്ന് വീണ്ടും നമുക്ക് എന്തായി, ഷാർപ്പായിട്ടുള്ളൊരു പ്രോഫിറ്റ് മാർക്കറ്റ് വീണ്ടും കാണിച്ചു തന്നു. സോ എങ്ങനെയാണ് ഞാൻ ഈ ഒരു ചാർട്ടിനെ വായിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ചാർട്ടിനെ വായിക്കാനായിട്ട് എടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് ക്വിക്കായിട്ട് പറഞ്ഞേ. ഈ എടുക്കുന്ന പണി ഉപകാരമുള്ള പണിയാണെന്ന് അറിയണ്ടേ ആദ്യം. സോ എത്ര സിമ്പിളായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് നോക്കിയേ അല്ലേ. സോ ഇത് നിങ്ങൾ പറഞ്ഞു തന്ന ഡേറ്റാണ്, നിങ്ങൾ പറഞ്ഞു തന്ന, അതിപ്പോൾ ചാർട്ട് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ആപ്പിളിൻ്റെ ചാർട്ടാണ്. ഇപ്പം നിങ്ങൾ പിന്നെ US മാർക്കറ്റിലാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ മാർക്കറ്റ് വേണ്ട, അതിൻ്റെ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. സോ US മാർക്കറ്റിലാണെന്നുണ്ടെങ്കിലും ഏത് ചാർട്ട് നിങ്ങൾ പറഞ്ഞോ, ഫോറക്സ് അല്ലാത്ത, കമ്മോഡിറ്റി അല്ലാത്ത, അതിന് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസാണ്. ബട്ട് ഇത് പിന്നെ ഈ ഒരു ടൈം വിൻഡോൻ്റെ സ്പെസിഫിക് ടൈം വിൻഡോൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്യുന്ന ചാർട്ടാണല്ലേ, അതിനകത്ത് ഏത് ചാർട്ട് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞോ, അതിനകത്ത് ഞാൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എന്ത് കാണിച്ചു തരാം. അതിനകത്ത് ഞാൻ നിങ്ങൾക്ക് എന്ത് കാണിച്ചു തരാം, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ എങ്ങനെയാണ് ഞാൻ ചാർട്ടിനെ വായിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണ് ഞാൻ ആ ഒരു പെർട്ടിക്കുലർ ചാർട്ടിലേക്ക് നോക്കുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ അവിടെ ആഡ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞേ. സോ ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചതിനകത്ത് ഞാൻ എന്തെങ്കിലും ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്റ്റഡീസ് ആഡ് ചെയ്യേ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഡെഫിനറ്റായിട്ട് സിമ്പിളായിട്ട് അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഗോൾഡ് ഫോറക്സിൽ ഗോൾഡിൽ എത്രയാണ് പിന്നെ സ്റ്റോപ്പ് ലോസ് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ദാറ്റ് ഡിപ്പെൻസ് ഓൺ ആ ഒരു പെർട്ടിക്കുലർ ചാർട്ടിനനുസരിച്ചാണ്. ആ ഒരു പെർട്ടിക്കുലർ ചാർട്ടിൽ എവിടെയാണോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ നിയറസ്റ്റ് സ്വിങ് വരുന്നത്, അതിനനുസരിച്ച് മാത്രമേ നമുക്ക് പിന്നെ ഇതിനെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്താ പറയുക, സ്റ്റോപ്പ് ലോസിനെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന് എത്ര ദിവസത്തെ വാലിഡിറ്റി കൊടുക്കണം? നല്ല ക്വസ്റ്റ്യനാണ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഇന്നലെ നടന്നിട്ടുള്ള സംഗതികളെല്ലാം തന്നെ എന്താണ്, ഹിസ്റ്ററിയാണ്. ആർക്ക് വേണമെങ്കിലും നോക്കിയെടുക്കാൻ പറ്റും അല്ലേ. ഈ ചാർട്ട് എല്ലാവർക്കും കാണാൻ പറ്റും. ബട്ട് ഇന്നത്തെ മാർക്കറ്റിൽ എന്തുണ്ടാവുന്നു എന്നുള്ളതാണ് ആദ്യം വായിക്കേണ്ടത്, അതല്ലേ? അതിനല്ലേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ ഞാൻ യൂഷ്വലി ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഞാൻ യൂഷ്വലി ചാർട്ടിൽ വരച്ചു വെക്കുന്നത് എന്തിനാണ്? ഞാൻ യൂഷ്വലി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ചാർട്ടിൽ വരച്ചു വെക്കുന്നത് എവിടെ എൻ്റെ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ എവിടെ വരെ മൊമെൻറ്റം വന്നേക്കാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ സ്റ്റഡി എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റും മാർക്കറ്റിൻ്റെ സൈക്കോളജിയും വെച്ചിട്ടാണ് ഞാൻ, മാർക്കറ്റിൻ്റെ സൈക്കോളജി ഇൻ ദ സെൻസ് ആ സെയിം ടൈമിൽ സെല്ലറുടെയും ബയ്യറുടെയും സൈക്കോളജിയും കൂടി അതിൻ്റെ കൂട്ടത്തിൽ വായിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ പെർട്ടിക്കുലർ ഡേയിലേക്കുള്ള പെർട്ടിക്കുലർ ലെവൽസിനെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അവിടുന്ന് മാർക്കറ്റ് എത്ര വരെ പോയേക്കാം, അവിടുന്ന് മാർക്കറ്റ് ഏതൊരു പോയിന്റ് വരെ എനിക്ക് ടാർഗറ്റ് തന്നേക്കാം എന്നുള്ളതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആരെ യൂസ് ചെയ്യുന്നത്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ യൂസ് ചെയ്യുന്നത്. സോ പ്രീവിയസ് ഡേയിലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആൻഡ് അതിൻ്റെ മുന്നോട്ട് പോകുമ്പം ചെറിയ ചെറിയ ഇമ്പോർട്ടൻസ് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ.
റിസ്ക് റിവാർഡ് റേഷ്യോ അത് ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ ട്രേഡിംഗ് എന്താ പറയുക സ്ട്രാറ്റജിയുടെ ഇതിനനുസരിച്ചാണ്. നിങ്ങളിപ്പം 1:1.5 നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഒരു 70%, 80% ആക്യുറസി ഉണ്ടെന്നുണ്ടെങ്കിൽ മോർ ദാൻ ഇനഫായി 1:1.5. ഇപ്പോൾ 1:2 നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഒരു 60%, 50% ആക്യുറസി ഉണ്ടെന്നുണ്ടെങ്കിലും അടിപൊളിയായി അല്ലേ? കിരൺ 1:1 ആയാൽ ഞാൻ ബ്രേക്ക് ഈവൻ വെക്കും. മോർ ചാൻസ് ടു മൈ SL ആൻഡ് മൈ വ്യൂ. ഞാൻ 1:1 ആയി കഴിഞ്ഞാൽ ബ്രേക്ക് ഈവൻ വെക്കാറില്ല. ഞാൻ യൂഷ്വലി ബ്രേക്ക് ഈവൻ എന്നുള്ള കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ആളെ അല്ല. മാർക്കറ്റ് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് റിവേഴ്സ് ആവും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഫുള്ള് ബുക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങുക. 1:AC എൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്നറിയോ? ഞാൻ മാർക്കറ്റിലേക്ക് വരുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ്. ഞാൻ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ഇന്ന് മേ ബി ചെറുതായിരിക്കാം, ബട്ട് എനിക്ക് അതിലും വലിയ ഒരു ക്വാണ്ടിറ്റിയിൽ ട്രേഡിനെ പഞ്ച് ചെയ്യാൻ പറ്റുന്ന സമയത്ത് എനിക്ക് അതിലും വലിയൊരു പ്രോഫിറ്റ് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ 1:1.5 അതല്ലാന്നുണ്ടെങ്കിൽ 1:1.2 മുകളിലുള്ള ഒരു പ്രോഫിറ്റ് വൺസ് കണ്ടു കഴിഞ്ഞാൽ ആ ട്രേഡിനെ ഞാൻ ലോസിലേക്ക് കവർ ചെയ്യാൻ വിടൂല. സിമ്പിളായിട്ട് അതിനകത്ത് നിന്ന് പകുതിയെങ്കിലും ഞാൻ കൊണ്ടുവരും. സിമ്പിളായിട്ട് അത്ര മാത്രമേ ഉള്ളൂ എൻ്റെ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്ത് പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഫാൻറ്റസി വേൾഡൊന്നും അല്ല ട്രേഡിംഗ് എന്നുള്ള ആദ്യം മനസ്സിലാക്കുക. ഈ 1:10 കിട്ടി, 1:20 കിട്ടി, ഇതൊക്കെ പകുതിയിൽ കൂടുതൽ തള്ളാണ്. ആദ്യം ആ കാര്യങ്ങൾക്ക് മനസ്സിലാക്കുക. ഇത് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ സെറ്റപ്പിന് ഇത്ര ആക്യുറസി ഉണ്ട്, ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞാൽ വലിയ മറ്റവനാവാം. ഇത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കി വെക്കുന്ന തള്ളുകളാണ്. സോ ആദ്യം നിങ്ങൾ എടുക്കുന്ന റിസ്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ആ റിസ്കിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് 1:1 കണ്ടു കഴിഞ്ഞാൽ അവിടെ പിന്നെ നിങ്ങളുടെ റിസ്കിനെ മാനേജ് ചെയ്ത് തുടങ്ങാം. നിങ്ങൾക്ക് ട്രയലിങ്ങിലേക്ക് പ്ലാൻ ചെയ്യേ, അതല്ലെങ്കിൽ 1:1.5 വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ശരി ഞാൻ അതിനെ ലോസിൽ കവർ ചെയ്യില്ലാന്ന് തീരുമാനിക്കുക. അങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം കേട്ടോ. ഇന്ത്യൻ മാർക്കറ്റ് ലെവൽസ് കറൻസി പെയർസിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കോൺസെപ്റ്റുകളുണ്ട്. എന്തൊക്കെയാണ്? ഞാൻ കറൻസി പെയർസിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഈവൻ ദോ റൗണ്ട് നമ്പേഴ്സിനെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഗോൾഡിലാണെന്നുണ്ടെങ്കിലും സിൽവറിലാണെന്നുണ്ടെങ്കിലും ഒക്കെ പിന്നെ BTCയിലാണെന്നുണ്ടെങ്കിലൊക്കെ റൗണ്ട് നമ്പേഴ്സിനെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സ്റ്റഡി കറൻസി പെയർസിലും പിന്നെ ബാക്കിയുള്ള ചാർട്ടുകളിലൊക്കെ ഉണ്ടാവാറ് കേട്ടോ. മിഥുൻ ഏത് സ്റ്റോക്കിലാണ് കാണിക്കേണ്ടത്? മിഥുൻ റിവേഴ്സൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം? ഷാഹിദ് റിവേഴ്സൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം? ആദ്യം ചിന്തിക്കുക. ആദ്യം നിങ്ങളോട് ചോദിക്കുക. ലെറ്റ്സ് സേ എനിക്ക് പേഴ്സണലി എനിക്ക് ട്രേഡ് ചെയ്യാനൊന്നും കഴിയില്ല. ലെറ്റ്സ് സേ പിന്നെ എന്താ പറയുക ഒരു 1 lakh ലോട്ട് ഓഫ് ബാങ്ക് നിഫ്റ്റിയിൽ എനിക്ക് പേഴ്സണലി ട്രേഡ് ചെയ്യാൻ കഴിയൊന്നുമില്ല. ബട്ട് ഞാൻ എന്നെ ചിന്തിക്കുകയാണ്, ഓക്കെ ഞാൻ 1 lakh ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ 1 lakh ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ എന്നെ സ്വയം അങ്ങോട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? ഓക്കെ, ഇവിടുന്ന് മാർക്കറ്റ് ട്രാവൽ ചെയ്തിട്ട് ഇവിടുന്ന് ഒരു 300 പോയിൻ്റ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ 1 lakh ക്വാണ്ടിറ്റിയിൽ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എനിക്കൊരു പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. സോ അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് 2 കാര്യങ്ങളിൽ ഉപകാരം കിട്ടും. ഒന്നെന്താണ്, നമ്മൾ ഇവിടുന്ന് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാനോ സ്ട്രിക്റ്റ് ആയിട്ട് ട്രയൽ ചെയ്യാനോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് ചാടി കയറുന്ന ഈ പരിപാടിനെ ഒഴിവാക്കാൻ പറ്റൂലേ? ഇതല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ എത്ര % ആളുകൾ ഉണ്ടാവും ലെറ്റ്സ് സേ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഒന്നും കയറാണ്ട് ഇവിടെ പോയി കയറി എന്നിട്ട് അവിടുന്ന് എക്സാക്ട്ലി മാർക്കറ്റ് തിരിഞ്ഞു പോകുന്നു? എത്ര ആൾക്കാരുണ്ടോ എന്ന് പറഞ്ഞേ? ഒരുപാട് ആൾക്കാരില്ലേ അങ്ങനെ? സോ ഈ പരിപാടിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലേ? അപ്പുറത്ത് നിൽക്കുന്ന ബിഗ് പ്ലെയർ ആണ് ഞാൻ എന്നുള്ള ലെവലിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, സെല്ലറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ട് മാർക്കറ്റിനെ നോക്കി കാണുക, ബിഗ് പ്ലെയറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ട് മാർക്കറ്റിനെ നോക്കി കാണുക. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഈ ഒരു ചാർട്ടിൽ ഞാൻ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം എന്താണ്? ലെറ്റ്സ് ഞാനിവിടെ മാർക്ക് ചെയ്തതിനൊക്കെ മുമ്പിലായിട്ട് പിന്നെ കുറച്ചുകൂടി മുമ്പിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സിമ്പിളായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റുന്ന കാര്യം എന്താണ്? കുറച്ചുകൂടി ഒന്ന് ബാക്കിലേക്ക് പോകാം നമുക്ക്. അതിവിടെ വർക്കാവാത്തതുകൊണ്ടല്ല കേട്ടോ, ഇവിടെ മുതൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇവിടുന്ന് മാർക്കറ്റിൽ എന്തുണ്ടായിട്ടുണ്ട്? ഷാർപ്പായിട്ടുള്ളൊരു ഫോൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അതേപോലെ മാർക്കറ്റിൽ എന്ത് വന്നിട്ടുണ്ട്? റിക്കവറി വന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയി പോന്നിട്ടുണ്ട്. എഗെയിൻ മാർക്കറ്റിൽ ചെറിയൊരു ഫോൾ വന്നു, എഗെയിൻ റിക്കവറി വന്നു, എഗെയിൻ മാർക്കറ്റിൽ ഫോൾ വന്നു, എഗെയിൻ റിക്കവറി വന്നു, എഗെയിൻ മാർക്കറ്റിൽ ഒരു അപ്പർ സൈഡിലേക്കുള്ള മൂവ് ഉണ്ടായി, ചെറിയൊരു പുൾ ബാക്ക് വന്നു, എഗെയിൻ മാർക്കറ്റിൽ മുകളിലേക്ക് പോകാൻ നോക്കി ഒന്ന് താഴത്തേക്ക് വന്നു. സോ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? മാർക്കറ്റ് ഇങ്ങനെ പോകുന്ന ചുരുക്കം ചില ദിവസങ്ങളേ ഉണ്ടാവുള്ളൂ.
100 ദിവസത്തെ ഡാറ്റ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 5 ദിവസം മാത്രമേ എന്തുണ്ടാവുള്ളൂ, മാർക്കറ്റ് ഇങ്ങനെ പോകുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ മൂവ് കഴിഞ്ഞാൽ മാർക്കറ്റ് റിവേഴ്സ് ആവും. എഗെയിൻ ഒരു പെർട്ടിക്കുലർ മൂവ് കഴിഞ്ഞാൽ മാർക്കറ്റ് റിവേഴ്സ് ആവും. നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്കിതിനെ വാച്ച് ചെയ്യാൻ പറ്റും. ഞാൻ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ അടക്കം ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. സോ ഒരു പെർട്ടിക്കുലർ മൂവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ട്രേഡിൽ പിന്നെ ഹോൾഡ് ചെയ്യാണ്ടിരിക്കുക. ആ ട്രേഡിനെ പിന്നെ ഓക്കെ ഇന്നത്തെ ഒരു ട്രേഡ് കൊണ്ട് മാത്രം ഞാൻ ലംബോർഗിനി വാങ്ങാൻ പോവുകയാണ്, ആ ഒരു ചിന്തയിൽ പോകാണ്ടിരിക്കുക. ആൻഡ് അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ മൂവ് ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെച്ചിട്ട് പിന്നെ ആ ട്രേഡിലേക്ക് ചാടി കയറാണ്ടിരിക്കുക. ഈ 2 കാര്യങ്ങളും മാറ്റിയാൽ മതിയേ. മനസ്സിലാവുന്നുണ്ടോ പോയിന്റ്? ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ നമുക്ക്? ഇതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു ലൈവ് സെഷൻ ഇങ്ങനെ ഇരിക്കാൻ വിചാരിച്ചത്. സോ റിവേഴ്സൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം നമ്മൾ പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ വരക്കുക. എന്നിട്ട് ആ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിലേക്ക് ഉണ്ടായിട്ടുള്ള മൂവ് എങ്ങനെയാണ് എന്നുള്ളത് അസസ് ചെയ്യുക. ഇപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഗതിയുണ്ട്. എന്താണ്? ഇവിടെ ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഗതി എന്താ? ലെറ്റ്സ് സേ ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്തു. ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? മാർക്കറ്റിൽ ഓക്കെ ഇപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റിൽ എന്തുണ്ടായിട്ടുണ്ട്? മാർക്കറ്റിൽ അഗ്രസീവായിട്ടുള്ളൊരു പുഷ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ റിവേഴ്സൽ ഉണ്ടായിട്ടുണ്ട്. എഗെയിൻ മാർക്കറ്റ് എന്താവുകയാണ്? റിവേഴ്സ് ആവുകയാണ്. എഗെയിൻ അഗ്രസീവായിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വന്നു, അതേപോലെ മാർക്കറ്റ് റിവേഴ്സായി. എഗെയിൻ മാർക്കറ്റ് താഴത്തേക്ക് വന്നു, അതേപോലെ മാർക്കറ്റ് റിവേഴ്സായി. സോ നമുക്കിവിടെ സിമ്പിളായിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലെറ്റ്സ് സേ ഒരു 4-5 ക്യാൻഡിലേക്ക് ഒരു ഡയറക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വെരി ഹൈ ആണ്, അല്ലേ? ഒരു 3-4 അല്ലെങ്കിൽ മാക്സിമം 3-4 അത്ര കണക്കൂട്ടിയാൽ മതി. ഒരു 3-4 അല്ലെങ്കിൽ മാക്സിമം 5 ക്യാൻഡിൽ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ആയി കഴിഞ്ഞാൽ 100 ചാർട്ടുകൾ നമ്മൾ എടുത്ത് ബാക്ക് ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 90 ചാർട്ടുകളിലും മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സായി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ വൺസ് അങ്ങനെ ഒരു മൂവ് കണ്ടു കഴിഞ്ഞാൽ അവിടെ റിവേഴ്സലിനുള്ള ചാൻസ് അവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് എവിടെയാണ് നിയറസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉള്ളതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ ഒരു ചാർട്ടിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എനിക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? മാർക്കറ്റിൽ അത്യാവശ്യം മോശമില്ലാത്തൊരു മൂവ് താഴത്തേക്ക് ഉണ്ടായിട്ടുണ്ട്. സോ ഞാനിവിടെ നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു പോയിന്റിലായിട്ട് മാർക്കറ്റ് പ്രീവിയസ്ലി സപ്പോർട്ട് എടുത്തിട്ടുള്ള ഒരു പോയിന്റിനെ എനിക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഞാൻ ഈ ഒരു ലെവലിൽ സിമ്പിളായിട്ട് അവിടെ വരച്ച് വെച്ചാൽ മതി. പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? സോ ഇങ്ങനെയാണ് നമ്മൾ എന്തിനെ പ്ലാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എന്തിനെ വാച്ച് ചെയ്യേണ്ടത്? റിവേഴ്സലിനെ വാച്ച് ചെയ്യേണ്ടത്. സെറ്റല്ലേ? കാര്യമൊക്കെ അല്ലേ? തൗഫീഖ്, ഇപ്പോൾ ഒരു സി ഭാഗത്തേക്ക് ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ട് ആ ട്രേഡ് നമ്മൾ എടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മാർക്കറ്റ് റിവേഴ്സലായിട്ട് നമ്മൾ സി സൈഡിലേക്ക് വരച്ച ലെവൽ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ സി ട്രേഡ് എടുക്കണമെന്നുള്ളതാണ് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഞാൻ സിമ്പിളായിട്ട് തൗഫീഖിനോട് ചോദിക്കുന്നത് എന്തിനാ ചെയ്യുന്നതെന്നുള്ളതാണ്. സി സൈഡിലേക്കുള്ള നിങ്ങളുടെ വ്യൂ ആക്റ്റീവ് ആയിട്ടുണ്ട്, ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയനുള്ള ആൾക്കാരുണ്ടാവാം. അത് മോശം എന്നുള്ള കാര്യത്തിലൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. സി സൈഡിലേക്ക് ഒരു ട്രേഡ് കിട്ടി, ഞാൻ അതിനകത്ത് ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് വീണ്ടും ഒരു ട്രേഡിനെ കുറിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? അല്ലേ? വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സി സൈഡിലേക്ക് എടുത്ത അല്ലെങ്കിൽ പി സൈഡിലേക്ക് എടുത്ത ഫസ്റ്റ് ട്രേഡ്, ആ ട്രേഡിൽ ക്വാണ്ടിറ്റിനെ പിന്നെ കൂട്ടാൻ പറ്റുന്ന, ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ടൈം നിങ്ങൾക്ക് വരാനില്ലേ? നിങ്ങളുടെ സ്റ്റഡി നന്നായി കഴിഞ്ഞാൽ, നിങ്ങൾ മാർക്കറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു ക്യാപിറ്റൽ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫസ്റ്റത്തെ ട്രേഡ് തന്നെ നിങ്ങൾക്ക് വലിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ടൈം വരാനില്ലേ? അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു പ്രോഫിറ്റും കാണാനില്ലേ? സോ ഇവിടെ സംഭവിക്കുന്ന കേസ് എന്താണെന്നറിയോ? നിങ്ങൾ സിയിലേക്കുള്ള ട്രേഡ് എടുത്തു അല്ലെങ്കിൽ പിയിലേക്കുള്ള ട്രേഡ് എടുത്തു, പ്രോഫിറ്റ് ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് സിയിലേക്കുള്ള ട്രേഡ് എടുക്കുകയാണ്. അവിടെ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ലോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാണ്ട് നിങ്ങളുടെ സൈക്കോളജിയുടെ ബ്രേക്ക് ഡൗൺ ആവും. നിങ്ങൾ അറിയാണ്ട് ആവശ്യമില്ലാത്ത ട്രേഡിനെ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങും. സോ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് എത്രത്തോളം മിനിമൽ ട്രേഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മിനിമലായിട്ടുള്ള ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ട്രേഡിൽ ചെയ്യാൻ പറ്റുക, ഒറ്റ ട്രേഡിൽ നിർത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ബെസ്റ്റ്. ഒറ്റ ട്രേഡിൽ പരിപാടി നിർത്തിക്കൊള്ളുക. ഫസ്റ്റത്തെ ട്രേഡ് അതാണ് നിങ്ങളുടെ വരാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് ട്രേഡ്. ആ ട്രേഡിനെ എടുക്കുക, പരിപാടി അവസാനിപ്പിക്കുക. ഇതായിരിക്കും ഏറ്റവും നല്ല അപ്രോച്ച് കേട്ടോ. എൻ്റെ ട്രേഡുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ദിവസങ്ങളിൽ ഒന്ന് അല്ലാന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ ഒരു 90% ദിവസങ്ങളിലും ഒരു ട്രേഡ്, ബാക്കിയുള്ള 10% ദിവസങ്ങളിൽ 2-3 ട്രേഡ്, 3ൻ്റെ മുകളിലേക്കൊന്നും പോകാറേ ഇല്ല. ബാക്കിയുള്ള 10% ദിവസങ്ങളിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ 2-3 ട്രേഡിലേക്ക് പോകുള്ളൂ. 90% ദിവസങ്ങളിലും സിംഗിൾ ട്രേഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ട്രേഡ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഞാനത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റുമായിട്ടുള്ള എൻ്റെ ബന്ധം വന്നത്തോടുകൂടി തീർന്നു. അത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഫോറക്സ് മാർക്കറ്റിലേക്ക് വരാനുണ്ട്, ട്രേഡ് വരാനുണ്ട്. ഒരു 12:30 ആ സമയമൊക്കെ ആകുമ്പോഴേക്ക് ഫോറക്സ് മാർക്കറ്റിൽ എനിക്ക് ട്രേഡ് വരും. സോ എനിക്ക് അവിടെ ട്രേഡ് ചെയ്യാമല്ലോ. അത് കഴിഞ്ഞാൽ അതും കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്ത മാർക്കറ്റ് ഓപ്പൺ ആവുന്നുണ്ട്, US മാർക്കറ്റ് ഓപ്പൺ ആവുന്നുണ്ട്. അവിടെ പോയിട്ട് എനിക്ക് എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്യാമല്ലോ. എൻ്റെ സ്റ്റഡി എല്ലായിടത്തും വർക്ക് ആവുന്നുണ്ടെന്നേ. അപ്പോൾ എനിക്കത് ചെയ്താൽ പോരെ?
ഇപ്പോൾ ഞാൻ ആപ്പിളിൻ്റെ ചാർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതിനകത്തുള്ള അതേ സ്റ്റഡിനെ എനിക്ക് പിന്നെ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്ന അതേ സ്റ്റഡിനെ എനിക്ക് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയിട്ടും ട്രേഡ് ചെയ്യാം. ബട്ട് അതും ഞാൻ മിക്കവാറും ദിവസങ്ങൾ പ്രിഫർ ചെയ്യാറില്ല. ഇപ്പം നമ്മുടെ AOT ഫോറക്സിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഏറ്റവും ബെസ്റ്റ് സെറ്റപ്പ് ഇരിക്കുന്നത് US 30-ലാണ്. അവിടെ ഞാൻ അധികം ട്രേഡ് ചെയ്യാറേ ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം ഓൾറെഡി എനിക്ക് ആവശ്യമുള്ളത് എന്താണോ ആ ഒരു പൈസേനെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു ഡ്യൂറിങ് ദ ഡേ ടൈമിൽ. അതായത് ലണ്ടൻ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിലും ഞാനത് ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ ബെസ്റ്റ് സെറ്റപ്പാണ് അവിടെ എനിക്ക് 110% പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ ഉറപ്പുണ്ടെങ്കിൽ പോലും ഞാൻ അങ്ങോട്ട് പോകാത്തത് എന്താ, വൺസ് ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അറിയാണ്ട് എൻ്റെ ട്രേഡിംഗ് ഡിസിപ്ലിൻ തെറ്റുന്നതായിട്ട് ഞാൻ പലവട്ടം നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആവശ്യമില്ലാത്ത ട്രേഡുകൾ വീണ്ടും ഓവർ ട്രേഡിലേക്ക്, നമ്പർ ഓഫ് ട്രേഡുകൾ കൂടുകയാണ്, വീണ്ടും സ്ട്രെസ്സിലേക്ക് ഞാൻ പോവുകയാണ്. സോ അതുകൊണ്ട് ഞാൻ പോകാറില്ല. എനിക്ക് ആവശ്യമുള്ള പ്രോഫിറ്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പരിപാടിനെ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇങ്ങനെയാണ് എൻ്റെ ഒരു അപ്രോച്ച് ഉള്ളത്. എൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അതിനെ 110% ഫോളോ ചെയ്യുന്നുണ്ട്. ഓവർ ട്രേഡിന് ആദ്യം ഒഴിവാവുക. അഭിഷേക് ഏത് കേസാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. നവീൻ, ഫസ്റ്റ് തിങ് സ്കാൽപ്പിംഗ് ചെയ്യുമ്പോൾ സാറ് പറഞ്ഞ പോലെ പ്രീവിയസ് ഡേ ചാർട്ട് ഏത് ടൈം ഫ്രെയിമിലാണെന്ന് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യും. സ്കാൽപ്പിംഗ് എന്ന് പറയുന്ന സംഗതിയിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ളതിനൊക്കെ വളരെ ചെറിയ പ്രിഫറൻസേ ഉള്ളൂ, ഇമ്പോർട്ടൻസേ ഉള്ളൂ. സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത് ആ ഒരു മൊമെൻറ്റത്തിനെ അസസ് ചെയ്യാൻ നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അവിടെ പിന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ളതല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, ക്യാൻഡിൽ തിയറി എന്നുള്ളതാണ്. ഫസ്റ്റ് തിങ്, നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കാൽപ്പിംഗ് എന്നുള്ള ഭാഗത്തേക്ക് നിങ്ങൾ പോവാണ്ടിരിക്കുക. സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത് നിങ്ങളെ ടോട്ടലി കൊളാപ്സ് ചെയ്യുന്നൊരു പരിപാടിയാണ്. 100 സ്കാൽപ്പേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 സ്കാൽപ്പേഴ്സ് പോലും സക്സസ്ഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇത് സിമ്പിളായിട്ടുള്ള കാര്യമുണ്ടോ, സിമ്പിളായിട്ടുള്ള പിന്നെ കണക്കാണ് ഞാൻ പറയുന്നത്. സോ അതിനകത്ത് അത്ര വലിയ സക്സസ് റേഷ്യോ നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ വലിയൊരു പങ്ക് നിങ്ങൾ ബ്രോക്കർക്ക് കൊടുക്കാൻ വേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ സ്കാൽപ്പിങ്ങിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടതെന്നേ ഞാൻ പറയുള്ളൂ, പ്രത്യേകിച്ച് ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ. SM നല്ല കാര്യം പറഞ്ഞ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ 1:3 എപ്പോഴും കിട്ടാറുണ്ട്. വളരെ നല്ല കാര്യമല്ലേ 1:3 ഒക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്തൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രേഡാണത്. തോമസ്, ഡെയിലി ഫോറക്സിൽ ട്രേഡ് തരുന്ന ലെവൽസ് ഐഡൻറ്റിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു തരാമോ? അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഞാൻ നോക്കാറുണ്ട്, റൗണ്ട് നമ്പേഴ്സിനെ ഞാൻ നോക്കാറുണ്ട്, ഓവറോൾ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് എന്താണെന്ന് ഞാൻ നോക്കാറുണ്ട്. ഈ കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വാച്ച് ചെയ്യാറുണ്ട് കേട്ടോ. ആക്സിസ് ബാങ്കിൽ എന്താ നോക്കേണ്ടത് പറഞ്ഞോ മിഥുൻ. ആക്സിസ് ബാങ്കിൽ ഏത് ഡേറ്റ് ആണ്, എവിടെ മുതലാണ് നോക്കേണ്ടതൊക്കെ പറഞ്ഞു. ഒരു കുഴപ്പമില്ല, നമുക്ക് നോക്കാം. 3 മാസത്തെ ബാക്കിലേക്കുള്ള ഡാറ്റ നോക്കാനായിട്ട് ശ്രമിക്കുക, പറയാനായിട്ട് ശ്രമിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയാണ് സെബിയുടെ പുതിയ നിയമം. 3 മാസത്തിന് മുമ്പുള്ള ഡാറ്റയെ പറയാൻ പാടുള്ളൂ എന്നാ. യെസ്, അഭിഷേക്, മൊമെൻറ്റം ക്യാൻഡിൽ വെച്ച് തരുന്ന ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്യാറില്ല എന്ന് ആശാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ. ഇന്നലെ ഒരു ദിവസത്തെ കേസ് മാത്രമല്ലേ അത്. ആൻഡ് ഇന്നലത്തെ കേസിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടിയുണ്ട്. അതെന്താണ്? ഇന്നലത്തെ കേസിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നലെ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പോയിന്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ വരച്ചിട്ടുള്ള ലെവൽ ഏതായിരുന്നു? ലെറ്റ്സ് ഓക്കെ, ഇന്നലെ നമ്മൾ വരച്ചിട്ടുള്ള ലെവൽ ഐ തിങ്ക് ഈ ഒരു ലെവലാണ്. ബ്രോഡർ ലെവലായിട്ട് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെവലായിരുന്നു അല്ലേ? ഈ ഒരു ലെവലായിരുന്നു നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നത്. ഇൻട്രാഡേക്കുള്ള ലെവൽ വരച്ചിട്ടുള്ള ഐ തിങ്ക് ഈ ഒരു ലെവലായിരുന്നു എന്ന് തോന്നുന്നു. സോ അത് കഴിഞ്ഞിട്ട് ഇതാണ് നിങ്ങളൊരു മൊമെൻറ്റം ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇതിന് ശേഷം മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മാർക്കറ്റ് ആദ്യം സെല്ലേഴ്സ് ട്രൈ ചെയ്തിട്ട് 56,000 താഴത്തേക്ക് മാർക്കറ്റിനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ആൻഡ് ഇവിടെ അഗ്രസീവ് ആയിട്ടുള്ള സെല്ലിംഗ് പൊസിഷൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ സെല്ലിംഗ് പൊസിഷൻസ് SL ഹിറ്റ് ആവുന്ന സമയത്താണ് ഇവിടെ നിന്നുള്ള ബാക്കിയുള്ളൊരു മൊമെൻറ്റം ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ എന്താണ് ഒരു സൈക്കോളജിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൽ ചേഞ്ച് വന്നിട്ടുണ്ട് എന്താണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ? സോ ഇവിടുന്ന് പുഷ് ചെയ്തിട്ട് പുതിയ എക്സ്പയറി കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണെന്നല്ലേ അല്ലേ? ആ പുതിയ എക്സ്പയറിയിൽ ലോങ് ടൈം വ്യൂവിലേക്ക് മാർക്കറ്റിനെ താഴത്തേക്ക് പുഷ് ചെയ്യാനാണ് സെല്ലേഴ്സ് ശ്രമിച്ചിട്ടുള്ളത്. ബട്ട് അത് ഫെയിലിയർ ആയപ്പോഴാണ് മാർക്കറ്റിൽ എന്തുണ്ടായിട്ടുള്ളത്? അവിടെ അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട് കവറിങ് ഉണ്ടായിട്ടുള്ളത്. സോ ആ ഷോർട്ട് കവറിങ് കൊണ്ടാണ് മാർക്കറ്റ് പിന്നെ ഫെർദർ അപ്പർ സൈഡിലേക്കുള്ള മൂവ് കിട്ടിയിട്ടുള്ളത്. പോയിന്റ് മനസ്സിലായോ? സ്റ്റോക്കിലും സെയിം മെത്തേഡ് തന്നെയാണ്. ലെവൽസ് വരക്കാനായിട്ട് സെയിം മെത്തേഡ് തന്നെയാണ്. എല്ലാത്തിനും വേറെ ഡിഫറെൻറ്റ് മെത്തേഡൊന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കിയിട്ട് പിന്നെ വരച്ചാൽ മതി.
വോളിയത്തിനെ ഞാൻ നോക്കാറുണ്ട്. വോളിയത്തിനെ സം ടൈംസ്, എല്ലായ്പ്പോഴും ഇല്ല, വോളിയത്തിനെ നോക്കാറുണ്ട്. വോളിയത്തിനെ എങ്ങനെ നോക്കണം എന്നുള്ളത് കിരൺ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതിനൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് റൗണ്ട് നമ്പേഴ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? റൗണ്ട് നമ്പേഴ്സ് ഏതിനകത്താണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? ഞാൻ ഓപ്ഷൻ ചാർട്ടിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഞാൻ നോക്കാറുണ്ട് എവിടെയാണ് പ്രോപ്പറായിട്ടുള്ളൊരു മൊമെൻറ്റം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നുണ്ട്, നമ്മൾ ആ ഒരു ട്രേഡ് എടുത്തിട്ട് പൊസിഷൻ ഹോൾഡ് ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഓക്കെ ഈ ഒരു പോയിൻറ്റിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ സ്ട്രൈക്കിൻ്റെ ചാർട്ടിൽ ഒരു മൊമെൻറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. സോ ആ ലെവൽസിനെ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നുള്ളത് അറിയാനാണ് നിങ്ങൾ ചോദ്യം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലിൽ തന്നെ നമ്മൾ പ്രോപ്പറായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, എങ്ങനെ സ്റ്റോപ്പ് ലോസിനെ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ആ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആ സ്റ്റോപ്പ് ലോസിനെ സെറ്റ് ചെയ്യാൻ പെർട്ടിക്കുലർ റീസൺസ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ റീസൺസിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ആ സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റാവുകയും ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മൊമെൻറ്റം ഉണ്ടാവും അല്ലേ. ജിഷ്ണു, ആശാനെ 100 ക്യാപിറ്റൽ വെച്ച് ജൂൺ മന്ത് സ്റ്റാർട്ട് ചെയ്ത ഫോളോവേഡ് 1:4 റിവാർഡ് ആൻഡ് ഗോൾഡ് അക്കൗണ്ട് 500 അച്ചീവ് ചെയ്തു. ബട്ട് ആഫ്റ്റർ ദാറ്റ് ലോട്ട് സൈസ് ഇൻക്രീസ് ചെയ്തു. വിത്തിൻ 1 വീക്ക് അക്കൗണ്ട് ബാക്ക് ടു 95 ആയി. ഇത് നേരത്തെ പറഞ്ഞ പോലത്തെ സെയിം സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ലോട്ട് സൈസിനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതുവരെ കണ്ടിട്ടുള്ള പ്രോഫിറ്റിനേക്കാളും വലിയൊരു പ്രോഫിറ്റ് നിങ്ങൾ കാണുകയാണ്. സോ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡൈജസ്റ്റ് ആവില്ല. സോ അതുകൊണ്ട് തന്നെ വളരെ മിനിമലായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലോട്ടിനെ കൂട്ടിക്കൊണ്ടുവരിക. 0.01 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ അക്കൗണ്ട് ×5 ആയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും 0.1 നിങ്ങൾ പോകാണ്ടിരിക്കുക. 0.02 വരിക, 0.03 വരിക. എന്നിട്ട് അതിനകത്തുള്ള ഫ്ലക്ച്വേഷൻസ് നിങ്ങളൊന്ന് ഡൈജസ്റ്റ് ആവുക ആദ്യം. മനസ്സിലാവുന്നുണ്ടോ? സോ 0.01 നിങ്ങൾ മേ ബി കണ്ടുകൊണ്ടിരിക്കുന്ന ലോസ് എന്ന് പറയുന്നത് $10 ആയിരിക്കാം, അല്ലെങ്കിൽ $5 ആയിരിക്കാം. അത് നിങ്ങൾ 0.10 മാറുമ്പം $5 കണ്ടത് $50 ആവുകയാണ്, $10 കണ്ടത് $100 ആവുകയാണ്. സോ നിങ്ങളുടെ സൈക്കോളജി അവിടെ സെറ്റായിട്ട് ഇരിക്കില്ല. സോ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ രീതിയിൽ മാത്രം ക്വാണ്ടിറ്റിനെ ഇൻക്രീസ് ചെയ്യാം കേട്ടോ. റിസ്ക് റിവാർഡ് സെറ്റിങ്സിലൊന്നും ചേഞ്ച് ചെയ്യാനില്ല കേട്ടോ. മാർക്കറ്റ് മൂവ് ചെയ്താലും പ്രൈസ് ഡീക്കെ എങ്ങനെ മനസ്സിലാക്കും? അത് നമ്മൾ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നോക്കിയാൽ മതി. ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ആ ബാങ്ക് നിഫ്റ്റിയുടെ ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുക്കാണ്ടിരുന്നത്. ഞാൻ എടുക്കാണ്ടിരുന്നതിൻ്റെ സിമ്പിളായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ഈ പോയിൻ്റ് ഞാൻ ഇന്നാണ് തോന്നുന്നത് ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഐ വിൽ ഷോ യു സംതിങ് ഇൻട്രസ്റ്റിംഗ്ലി. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് പിയുടെ ചാർട്ട് നിങ്ങളുടെ മുമ്പിലുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാവും. എന്താണെന്നറിയോ, ഇന്നലെ ഈ പോയിന്റിലാണെന്ന് തോന്നുന്നു ഞാൻ വാച്ച് ചെയ്തിട്ടുള്ള ഒരു പെർട്ടിക്കുലർ സംഗതി ഉണ്ടായിട്ടുള്ളത്. ഇവിടുന്ന് മാർക്കറ്റ് ഈ പോയിൻ്റ് തന്നെ 16 പോയിൻ്റ് മാർക്കറ്റ് താഴത്തേക്ക് ട്രാവൽ ചെയ്യാം കേട്ടോ. 16 പോയിൻ്റ് മാർക്കറ്റ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സിഇയുടെ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ 25,500 CE ആണ്. ഓക്കെ, 25,500 CE ആണ്. ആ 25,500 CEയിലും എക്സാക്റ്റ് 16 പോയിൻ്റ് മൂവ് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ എക്സ്പയറി സ്റ്റാർട്ട് ചെയ്യാണ്, എന്നിട്ട് പോലും സെയിം എക്സാക്റ്റ് പോയിൻ്റിൻ്റെ മൂവ് ഉണ്ടായിട്ടുണ്ട്. സോ ഇവിടെ നല്ല രീതിയിലുള്ള പ്രീമിയം ഡീക്ക് സംഭവിക്കുന്നുണ്ട്. സോ നമുക്ക് പ്രീമിയത്തിൻ്റെ ചാർട്ടും കൂടി അതിൻ്റെ കൂട്ടത്തിൽ വെച്ച് വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ഒരു സംഗതി അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ എന്താക്കാൻ പോയിട്ടില്ല, അധികം അഗ്രസീവായിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പോകാണ്ടിരുന്നത്. അതുകൊണ്ടാണ്. ഫോറക്സിൽ ആശാൻ തരുന്ന ട്രേഡിൽ ഒന്നിനെ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതാ നല്ലത്? EJ or GJ അതിനെ ഫോക്കസ് ചെയ്താൽ മതി. എന്ത് സിഗ്നലാണ് കൺഫേം ചെയ്തത്? എനിക്ക് മനസ്സിലായിട്ടില്ല സിഗ്നൽ എന്നുള്ളത്. ഇല്ല, ലെവൽസ് ബ്രേക്ക് ഔട്ട് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ആദ്യം നിഫ്റ്റി ഓർ BN ബ്രേക്കായി ഒരെണ്ണം റേഞ്ചിൽ തരുന്ന ഞാൻ യൂഷ്വലി നോക്കാറില്ല. ഞാൻ യൂഷ്വലി ആ ഒരു സമയത്ത് താഴത്തേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ നോക്കാറുള്ളൂ. അതായത് ഒന്ന് ബ്രേക്ക് ഔട്ട് കാണിച്ചു മറ്റേ താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ പ്രിഫർ ചെയ്യാറില്ല. ബട്ട് ആ സെയിം ലെവൽ തന്നെ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ട്രേഡിനെ പ്ലാൻ ചെയ്യാറുണ്ട്. കാരണം എന്താ, നിഫ്റ്റിനെ മൂവ് ചെയ്യിക്കാൻ റിലയൻസ് വിചാരിച്ചാൽ സംഭവിക്കും, IT സെക്ടർ വിചാരിച്ചാൽ സാധിക്കും. ആൻഡ് ബാങ്ക് നിഫ്റ്റിനെ മൂവ് ചെയ്യിക്കാൻ HDFC ബാങ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 ബാങ്കും കൂട്ടത്തിൽ വിചാരിച്ച് ചെയ്യാനും സാധിക്കും. സോ ലെവൽസ് ഏതാണോ ബ്രേക്ക് ഔട്ട് ആവുന്നത് ഞാൻ അതിനെ പ്ലാൻ ചെയ്യാറാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നിഫ്റ്റി മുകളിലേക്കും ബാങ്ക് നിഫ്റ്റി താഴത്തേക്കും ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ പ്ലാൻ ചെയ്യാറില്ല കേട്ടോ. 1545 EMA സ്ട്രാറ്റജി നിങ്ങളൊരു 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലോ അല്ലെങ്കിൽ ഈവൻ 10 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലോ ഒക്കെ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. അതിനകത്ത് വർക്ക് ഔട്ട് അത് പ്രോപ്പറായിട്ട്.
വൺ ബെസ്റ്റ് അഡ്വൈസ് യു ക്യാൻ ഗിവ് ടു ന്യൂബീസ് ലൈക്ക് കറണ്ട് സിറ്റുവേഷനിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സാർ വന്നാലുള്ള ടൈം ചെയ്താൽ നന്നായിരുന്നു എന്ന് തോന്നുന്ന ഒരു അഡ്വൈസ്. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഞാൻ ഇത്രേ പറയുള്ളൂ. ഞാൻ ആദ്യമേ എന്നിൽ വിശ്വസിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് തരാൻ പറ്റുന്ന അഡ്വൈസ് എന്നുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യമേ എന്നിൽ വിശ്വസിച്ചിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരുപാട് കാശ് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ട്രസ്റ്റ് മീ ഗൈസ്, ഞാൻ മാർക്കറ്റിൽ ഉണ്ടാക്കിയ ലോസിനേക്കാളും കൂടുതൽ ഫീസ് കൊടുത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്ക് അതിനകത്തൊന്നും ഒരു നാണക്കേടുമില്ല പറയാൻ. ഞാൻ ജനിച്ചപ്പോഴേ ചാർട്ട് റീഡ് ചെയ്യാൻ പഠിച്ചിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഉമ്മയുടെ മടി കിടക്കുമ്പോഴേ ചാർട്ട് കണ്ടിട്ട് ആഹാ അങ്ങനെ പറയുന്ന ആളൊന്നും അല്ലായിരുന്നില്ല. ഞാൻ എൻ്റെ കുറച്ച് കാശ് പോയി അതിനുശേഷം ഞാൻ അതിനൊരു പാഷനാക്കി എടുക്കാൻ ശ്രമിച്ചതാണ്. അതിനുശേഷം ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് അതിനകത്തൊന്നും എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു എഡ്ജ് കിട്ടിയിട്ടുണ്ടായില്ല, സെറ്റപ്പ് കിട്ടിയിട്ടുണ്ടായില്ല. ആൻഡ് അവിടെ നിന്നിട്ട് ഞാൻ എൻ്റെ ഒരു സെറ്റപ്പിനെ ബിൽഡ് ചെയ്യായിരുന്നു. ഈ സെറ്റപ്പിനെ ഞാൻ ബിൽഡ് ചെയ്യുമ്പം പല ക്ലാസ്സുകളിൽ നിന്നും ഞാൻ എടുത്തിട്ടുള്ള ഇൻപുട്ടുകൾ ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പല ക്ലാസ്സുകളിൽ നിന്നും കിട്ടിയിട്ടുള്ള സംഗതികൾ ഞാൻ ആ സെറ്റപ്പിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ സെറ്റപ്പിനെ ബിൽഡ് ചെയ്തെടുക്കുക ചെയ്തത്. അപ്പോൾ ഈ പഠിപ്പിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾ ആരും വലിയ ട്രേഡേഴ്സ് ആവില്ല എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരും പ്രോഫിറ്റബിൾ ട്രേഡേഴ്സ് ആവണ്ടേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമല്ലേ എനിക്ക് ആ ക്രെഡിറ്റ് എടുക്കാൻ പറ്റുള്ളൂ? അല്ല, അങ്ങനെ ആവില്ല. സോ ആദ്യം നിങ്ങൾ എഫേർട്ട് ഇടാൻ റെഡി ആവുക. നിങ്ങളുടെ സെറ്റപ്പിൽ ആദ്യം നിങ്ങൾ വിശ്വസിച്ച് തുടങ്ങുക. അതിനുശേഷം അതിനകത്ത് വരുന്ന മിസ്റ്റേക്കുകളെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ യൂഷ്വലി ചെയ്യുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റപ്പിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യും, അതിനെ നിങ്ങൾ ട്രേഡ് ചെയ്ത് തുടങ്ങും. അതിനുശേഷം അതിനകത്ത് എന്തെങ്കിലും ലോസ് വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ ചിന്ത എന്താണെന്നറിയോ? ഈ ലോസിനെ ഒഴിവാക്കാനായിട്ട് പുതിയ ഏത് ഇൻഡിക്കേറ്ററിനെ ഞാൻ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ നിങ്ങളുടെ ചിന്ത വരുന്നത്. അങ്ങനെ ശരിയല്ലേ ഞാൻ പറഞ്ഞ കാര്യം? സോ ആദ്യം ഈ പരിപാടിനെ ഒഴിവാക്കുക. ലോസിനെ ഒഴിവാക്കാൻ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ എന്തിനാണ് ഈ എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ ആവശ്യമില്ലാത്ത ആൾക്കാർ പറഞ്ഞിരുന്ന ഡയലോഗ്സ് അല്ലേ ഇതൊക്കെ? എല്ലാ ദിവസവും ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കി. അങ്ങനെ ഒരു സംഗതി ഇല്ല. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എല്ലാ ദിവസവും പ്രോഫിറ്റ് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റൂല. ആദ്യം ഇത് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ ലോസിനെ അഡ്മിറ്റ് ചെയ്യാൻ റെഡിയാവുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊരു വലിയ കൊണാണ്ടറാണ് എന്നുള്ള ചിന്ത മാറ്റി വെക്കുക. ഇതാണ് ട്രേഡിംഗ് സൈക്കോളജിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ട്രേഡിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഞാനൊരു വലിയ മറ്റവനാണ്, എനിക്ക് ലോസ് വരാനേ പാടില്ല. ഈ ചിന്തകളൊക്കെ മാർക്കറ്റിൽ നിന്ന് ഒഴിവാക്കുക. എന്നിട്ട് നിങ്ങളെ ട്രസ്റ്റ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. അതായത് പുതിയ ക്ലാസ്സുകൾ കേൾക്കാനും പുതിയ സ്റ്റഡികൾ പഠിക്കാനും അല്ലെങ്കിൽ പുതിയ സ്ട്രാറ്റജി പഠിക്കാനും ഒന്നും സമയം മെനക്കെടുത്താണ്ടിരിക്കുക. നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഏത് ചാർട്ട് പറഞ്ഞോ, ആക്സിസ് ബാങ്ക് പറഞ്ഞോ, ആപ്പിൾ പറഞ്ഞോ, ആമസോൺ പറഞ്ഞോ, ഏത് മണ്ണാങ്കട്ടി പറഞ്ഞോ, ഞാൻ അതിനകത്ത് എൻ്റെ സെറ്റപ്പിനെ ഞാൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ മുമ്പിൽ ലൈവ് ഇരുന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അത്രയും കോൺഫിഡൻസ് എനിക്കുള്ളത് എൻ്റെ ചാർട്ട് റീഡിങ്ങിലുള്ള സ്കില്ല് കൊണ്ടാണ്. ആ സ്കില്ല് എന്ന് പറഞ്ഞത് ഈ ഇത്രയും ദിവസങ്ങൾ കൊണ്ട്, ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തുള്ള സ്കില്ലാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ അത്രയും ടൈം നിങ്ങൾ കൊടുക്കുക. ഒരു കാര്യത്തിനെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ നോക്കുക. നിങ്ങളൊരു 1000 പ്രാവശ്യം ഒരു കാര്യം ചെയ്താൽ നിങ്ങൾ അതിനകത്ത് മാസ്റ്ററായി. ആദ്യം അത് മനസ്സിലാക്കുക. ആദ്യം ഈ 1000 പ്രാവശ്യം ചെയ്യാനുള്ള എന്താ പറയുക പേഷ്യൻസ് ഉണ്ടാവുക. 30 പ്രാവശ്യം ചെയ്യുമ്പോഴേക്ക് ഇതിനകത്ത് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അടുത്ത പരിപാടിയും തേടി പോകും. ബട്ട് അടുത്ത 70 പ്രാവശ്യം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ട്രേഡുകളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വരുന്ന ടൈമായിരിക്കും അടുത്ത 70 പ്രാവശ്യം. അത് നിങ്ങൾക്ക് എടുക്കാൻ സമയമില്ല. നിങ്ങൾ അപ്പോഴേക്ക് എന്തായി? തോന്നിക്കര പഞ്ചായത്തിൽ അടുത്ത വീട്ടിൽ അരി പെറുക്കാൻ പോയി. പിന്നെ എങ്ങനെയാണ് നന്നാവുക? അല്ലേ? കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണേ. ഫോറക്സിൽ എൻട്രിക്ക് പറ്റിയ ബെസ്റ്റ് ടൈം ഫോർ മീ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ GBP JPY പേയേഴ്സിന്, അതായത് GBP ഇൻക്ലൂഡഡ് ആവുന്ന പേയേഴ്സിന് ഞാൻ എപ്പോഴും ബെസ്റ്റ് ടൈമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത് US സെഷനിൽ അധികം മൂവ്മെൻറ്റ്സ് ഉണ്ടാവാറില്ല. ബട്ട് ഏഷ്യ സെഷൻ്റെ അതായത് ഒരു 10 to 12 മണി വരെ, അത് കഴിഞ്ഞിട്ട് 12 to ഒരു 6 മണി വരെ ആ ഒരു സമയത്ത് അതിനകത്ത് മൂവ്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ഗോൾഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ ഒരു ഈവനിങ് ടൈമിൽ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടാറുണ്ട്. ഇതിനകത്തും ഉണ്ട് കേട്ടോ. ലൈക്ക് എന്താ പറയുക, ബാക്കിയുള്ള സമയത്ത് ഇല്ല എന്നുള്ളതല്ല, ബട്ട് ബാക്കിയുള്ള സമയത്ത് ഒരു വൺ ഡയറക്ഷണൽ മൊമെൻറ്റം നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ക്വസ്റ്റ്യൻസ് അഗെയിൻ റിപ്പീറ്റ് ചെയ്യേണ്ട കേട്ടോ. കാരണം ഞാൻ കാണുന്നുണ്ട്, ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് റിപ്ലൈ ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നത് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എടുക്കുന്നുണ്ടോ പറയും കേട്ടോ. ബഷീർ, എന്തിനാണ് ഈ 8 to 9 ട്രേഡുകൾ ആവും പിന്നെ കൺട്രോൾ പോവും? ഇത് എല്ലാവർക്കും സംഭവിക്കുന്ന കേസാണ്. ഫസ്റ്റ് തിങ് എന്താ, നിങ്ങളുടെ എല്ലാവരുടെയും ബ്രോക്കറിൽ കിൽ സ്വിച്ച് എന്ന് പറയുന്ന സംഗതിയുണ്ട്. ആ കിൽ സ്വിച്ചിനൊന്ന് അപ്ലൈ ചെയ്താൽ പോരോ? ആ കിൽ സ്വിച്ചിന് അപ്ലൈ ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് അതിനകത്ത് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ഒന്ന് മാറി നോക്കിയേ. ഒറ്റ ട്രേഡിലൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രസം എത്രയാണെന്ന് അറിയുമെന്നുള്ളത് നിങ്ങളൊന്ന് ശീലമാക്കി നോക്കിയേ.
മിഥുൻ ഫെബ് 27 അത് മറ്റേ ആക്സിസ് ബാങ്കിൻ്റെ ചാർട്ടല്ലേ പറഞ്ഞത്? ഐ തിങ്ക് ആക്സിസ് ബാങ്ക് ആണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം ആക്സിസ് ബാങ്കിൽ ഫെബ് 27 എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. ആക്സിസ് ബാങ്ക് ഫെബ് 27 ഫെബ് 27. സോ ഈ ഒരു പോയിന്റിൽ ഞാൻ ഒന്ന് നോക്കുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് എന്താണ്, ഇൻ ടോട്ടൽ പിക്ചർ എന്താണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്നുള്ളതാണ്. ഇൻ ടോട്ടൽ പിക്ചർ എനിക്ക് കാണാൻ പറ്റുന്നത് എന്താ, ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സായി പോവുകയാണ്, ഹയർ ഹൈസ് ഉണ്ടാക്കി മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെന്നുള്ളതാണ് എനിക്ക് ആദ്യം കാണാൻ പറ്റുന്ന പിക്ചർ. ഇവിടുന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് നിയറസ്റ്റ് ഡേയ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എന്തുണ്ടായിട്ടുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള അപ്പർ സൈഡിലേക്കുള്ള ഒരു മൂവ് ഉണ്ടായിട്ടുണ്ട്. ഒരു ഹൈ ഒക്കെ ഉണ്ടാക്കി അതിനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട്. സോ ഈ ഒരു ബേസിക് സ്റ്റഡി എൻ്റെ മനസ്സിലുണ്ട്. ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ എന്നുള്ളത്. എന്നിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യാണ്, കറണ്ട് ഡേയിലേക്ക് ഫോക്കസ് ചെയ്യാണ്. എന്താണ് കറണ്ട് ഡേയിൽ ഉണ്ടായിട്ടുള്ള സംഗതി എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. സോ എനിക്കിവിടെ കാണാൻ പറ്റുന്നത് എന്താണ്, കറണ്ട് ഡേയിൽ ഫസ്റ്റ് ക്യാൻഡിൽ ഒരു സെല്ലിംഗ് ക്യാൻഡിലായിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് ആ ഒരു മൊമെൻറ്റത്തിന് വിത്തിൻ 2 ക്യാൻഡിൽസിൽ പ്രോപ്പറായിട്ട് ബയേഴ്സ് എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. സോ എനിക്ക് ഫസ്റ്റ് തിങ് ഇവിടെ നോക്കാൻ ഞാൻ വാച്ച് ചെയ്യുന്നത് എന്താണ്, ഇത്രയും വലിയൊരു മൊമെൻറ്റം ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് സിംപ്ലി മീൻസ് ഇവിടെ നിന്നാണ് ബയ്യർ ആക്റ്റീവ് ആയിട്ടുള്ളത്. ഇനി എനിക്കിവിടെ ട്രേഡ് വരാമെന്നുണ്ടെങ്കിൽ എനിക്ക് മിനിമം ഒരു സിങ് ഇവിടെ കിട്ടണം. കാരണം എൻ്റെ SL വെക്കാനായിട്ട് ഇവിടെ ഒരിക്കലും SL കീപ്പ് ചെയ്യാൻ പറ്റില്ല. സോ ആദ്യം എനിക്കൊരു ചെറിയൊരു പുൾ ബാക്ക് ഈ ചാർട്ടിൽ കിട്ടണം. അതിനുശേഷം മാത്രമേ ഞാനൊരു ലെവലിനെ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നുള്ളൂ. ഓക്കെ, ഇവിടെ എനിക്ക് ചെറിയൊരു പുൾ ബാക്ക് വന്നു. എവിടെ പുൾ ബാക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഇൻ ഷോർട്ട് ടൈം ഇവിടെ ഒരു ചെറിയ റിജക്ഷൻ വന്നിട്ടുണ്ട് അല്ലേ. സോ ഇവിടെ സെല്ലേഴ്സ് ചാർട്ടിൽ എൻ്റർ ആയിട്ടുണ്ട്. സോ ദാറ്റ് സിംപ്ലി മീൻസ് ഇതിൻ്റെ മുകളിൽ SL ഹിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആരുടെ, സെല്ലേഴ്സിൻ്റെ SL ഹിറ്റ് ആവാനുള്ള ചാൻസ് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ ഉണ്ട്. ശരിയല്ലേ, ഈ ലെവലിൻ്റെ മുകളിൽ സെല്ലേഴ്സിൻ്റെ SL ഹിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് അഗെയിൻ അടുത്തതായിട്ട് ഇവിടെ നിന്ന് എന്ത് സംഭവിക്കുന്നുണ്ട്, ഇവിടെ ഈ ഒരു ക്യാൻഡിലിൽ ഇവിടെ ഒരു സിങ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ 5 മിനിറ്റിൽ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റാത്തത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ 1 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഈ ഒരു ചാർട്ടിനെ സ്വിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ സെല്ലർ ട്രൈ ചെയ്തു, എഗെയിൻ ബയ്യർ ട്രൈ ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് എന്ത് കൂടെ പ്ലാൻ ചെയ്യാൻ പറ്റും, ഓക്കെ ഇവിടെ ബയ്യർ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ അതിനും കൂടി ഒരു ബഫർ കൊടുത്തിട്ട് ഞാനിവിടെ ഈ ഒരു ലെവലിനെയും കൂടി ഞാനിവിടെ വരച്ച് വെച്ചു. സെറ്റല്ലേ, ഈ ഒരു ലെവലിനെയും കൂടി ഞാനിവിടെ വരച്ച് വെച്ചു. സോ ഇനി എനിക്ക് സെല്ലിങ്ങിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഓക്കെ പ്രീവിയസ്ലി ഉണ്ടായിട്ടുള്ള ഈ ഒരു ഹൈൻ്റെ അടുത്തേക്ക് നമുക്കിവിടെ വരച്ച് വെക്കാം. ഇനി നമുക്ക് സെല്ലിങ്ങിലേക്ക് മാർക്കറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വരണം. ബൈയിങ്ങിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ടൊരു ക്യാൻഡിൽ ക്ലോസ് കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കും മുകളിലേക്കുള്ള ട്രേഡിന് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കണമെന്നുള്ളത്. എന്തായി, സെല്ലിങ്ങിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വരണം എന്ന് പറഞ്ഞു അല്ലേ. വന്നോ, ഇല്ല. സെൽ ആക്റ്റീവ് ആവുമോ, ഇല്ല. സെൽ സൈഡിൽ SL കിട്ടുമോ, കിട്ടൂല. ബൈ സൈഡിലാണെന്നുണ്ടെങ്കിലോ ഏറ്റവും ചുരുങ്ങിയത് ബ്രേക്ക് ഈവനിലേക്ക് പോകാനുള്ള സമയം നമുക്ക് കിട്ടി അല്ലേ. ചെറിയൊരു പ്രോഫിറ്റിനെ കാണാനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, 2 സൈഡിലും SL വാങ്ങിക്കുന്ന പരിപാടി ഇല്ല അല്ലേ. അതല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് വെരി നെക്സ്റ്റ് ഡേയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള സിനാരിയോ എല്ലാം തന്നെ എൻ്റെ മുമ്പിലുണ്ട്. എന്താണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എൻ്റെ മുമ്പിലുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ലെവലിനെ ഇങ്ങോട്ട് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്, ഇങ്ങോട്ട് തന്നെ വരച്ച് വെക്കുകയാണ്. കാരണം എന്താ, ഇവിടെ പ്രീവിയസ്ലി മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ള സപ്പോർട്ട് ലെവലാണത്. ഇവിടെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഈ ഒരു പോയിന്റിലും വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മൊമെൻറ്റം ഉണ്ടാവും. ആൻഡ് അതേപോലെ തന്നെ ഇവിടെ ഓൺ ദ ലോവർ സൈഡ് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴത്തേക്ക് ഞാൻ വരണോ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഇവിടെ വന്നാൽ മതിയാവും. നോക്കട്ടെ, ലെറ്റ്സ് സീ 1 സെക്കൻഡ്. പ്രീവിയസ്ലി ഉള്ള ക്യാൻഡിലെ മൊമെൻറ്റം ക്യാൻഡിലെ മിഡ് പോയിൻ്റ് കൂടിയാണിത്. സോ ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്കും മുകളിലേക്കും ഒരു പ്രോപ്പർ ട്രേഡിന് നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, എക്സാക്ട്ലി പെർഫെക്റ്റ് ആയിട്ടിരുന്നു അവിടെ. കാരണം അവിടുന്ന് ഒരു റിവേഴ്സൽ ക്യാൻഡിൽ കൂടി വന്നു. ഏത് ക്യാൻഡിലാണ് റിവേഴ്സൽ ക്യാൻഡിലായിട്ട് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തത്, ഈ ക്യാൻഡിലാണ്. ഇവിടെ വന്നു, റിവേഴ്സായി. എങ്ങനെയുണ്ട്, എവിടുന്നാണ് നമ്മൾ പറഞ്ഞ ലെവൽ, ഈ ഒരു ലെവലാണ്. അതിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, ബൂം അല്ലേ. താഴത്തേക്കുള്ള SL നമുക്ക് വന്നോ, ഇല്ല. ഒരു സൈഡിന് നമ്മൾ ആദ്യം എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. കാര്യം മനസ്സിലാവുന്നുണ്ടോ? സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഓക്കെ ഞാൻ ഈ ഒരു കാര്യത്തിൽ മാസ്റ്ററാണ് എന്ന് പറയാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ട്രേഡിങ്ങിലല്ല, എൻ്റെ ചാർട്ട് റീഡിങ്ങിലാണ്. ട്രേഡിങ്ങിൽ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി പഞ്ച് ചെയ്യുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക, ആ ഒരു കാര്യത്തിലല്ല.
ചാർട്ട് റീഡിങ്ങിലാണ് ഞാൻ മാസ്റ്റർ. ഈ ചാർട്ട് റീഡിങ്ങിൽ ഞാൻ മാസ്റ്റർ ആയി കഴിഞ്ഞാൽ ഇന്ന് എടുക്കുന്ന ക്വാണ്ടിറ്റിൻ്റെ അപ്പുറത്ത് ഒരു 0 കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് ഉണ്ടാക്കുന്ന പ്രോഫിറ്റിനെ ഇൻറ്റു 10 ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നേ അല്ലേ? ഇത് റിയാലിറ്റി അല്ലേ? സോ ആദ്യം ഇതിൽ സ്കിൽ ഉണ്ടാക്കാൻ നോക്കട്ടെ അല്ലേ? അത് കഴിഞ്ഞിട്ട് ഞാൻ കടലിൽ പോയി നീന്തും, സമയമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മുടെ പ്രോഗ്രസ് ഉണ്ടാവുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എഗെയിൻ ഒരു ദിവസം കൂടി നമുക്ക് നോക്കാമല്ലോ എന്താ സംഭവിക്കണം എന്നുള്ളത്. ഇവിടെ നമുക്ക് വരാൻ പോകുന്ന പ്രശ്നം എന്ന് കഴിഞ്ഞാൽ നമ്മൾ മുകളിലും താഴെ ഒക്കെ പിടിക്കാൻ നോക്കുമ്പോഴാണ് നമ്മൾ ആദ്യം ഇവിടെ നിന്നൊരു ട്രേഡ് കിട്ടി, അത് കഴിഞ്ഞിട്ട് എവിടെ ഇനി അടുത്ത ഷോർട്ട് ചെയ്യാൻ പറ്റുക, എവിടുന്ന് ഇനി അടുത്ത പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആദ്യം ഇത് പിടിച്ച് മിണ്ടാണ്ടിരുന്നാൽ പോരെ, സംഗതി സെറ്റല്ലേ, പ്രോഫിറ്റ് അല്ലേ വേണ്ടത്. സോ ഇവിടെ ഈ ഒരു ദിവസം മാർക്കറ്റിൽ എന്തുണ്ടാവുന്നുണ്ട്? ഒരു ചെറിയ ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ മാർക്കറ്റ് കാണിച്ചു തുടങ്ങുന്നുണ്ട്. ഇത്രയും വലിയ സെൽ ഓഫ് ഉണ്ടായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഐ നീഡ് എ പുൾ ബാക്ക് ടു സെൽ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സെല്ലിലേക്ക് പ്ലാൻ ചെയ്യൂല. ഇവിടെ ഒരു പുൾ ബാക്ക് വന്നിട്ടില്ലേ? ഡെഫിനറ്റ്ലി ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. ബട്ട് എന്നാലും ഒരു പുൾ ബാക്ക് കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബെറ്ററാണ്. നോക്കാം നമുക്ക് ഒരു ക്യാൻഡിലും കൂടി എന്താ പറയുന്നത് നോക്കുക. യാ ഫൈൻ, ഇപ്പോൾ കിട്ടി സംഗതി. ഇപ്പോൾ നമുക്ക് നമ്മുടെ പുൾ ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടി. സോ ഈ ഒരു ലെവലിനെ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഏത് ലെവലിനെ? ഈ ഒരു ലെവലിനെ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഇവിടെ നിന്നാണ് റിജക്ഷൻ വരുന്നത്. ആൻഡ് അഗെയിൻ ഈ ഒരു ലെവലിനെ ഞാനിവിടെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് വെച്ചു. ആൻഡ് അഗെയിൻ ഇതാണ് എൻ്റെ മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ ലെവലിൻ്റെ താഴെ മാത്രമേ എനിക്ക് ഡയറക്ഷണൽ ആയിട്ടുള്ള ഡൗൺ സൈഡിലേക്കുള്ള മൂവ് കിട്ടുള്ളൂ. അതിന് മുമ്പ് ഇവിടെ ക്യാൻഡിൽ ക്ലോസ് കിട്ടിയാലും ഈ ഒരു പോയിൻ്റ് നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള ചാൻസ് അവിടെയുണ്ട്. സോ എൻ്റെ ലെവൽ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അയ്യോ, അത് നമ്മൾ പ്രീവിയസ് ചാർട്ടിലായിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. സോറി, ഡേ മാറിയത് ഞാൻ നോക്കിയിട്ടുണ്ടായില്ല. സോ നമ്മളിപ്പം ഈ ദിവസത്തെ ലെവൽസ് നമ്മൾ കണ്ടു. അതുകൊണ്ട് പിന്നെ ഇനി അതിനകത്ത് മാർക്ക് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നമുക്ക് അടുത്ത ദിവസത്തേക്ക് നോക്കാം. ഞാൻ ഈ ഒരു ലെവലിനെ മാർക്ക് ചെയ്ത് ഐ തോട്ട് ഇതാണ് മോർണിംഗിലെ ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ലെവലിനെ മാർക്ക് ചെയ്ത്. നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഫൈൻ. യാ, അടുത്ത ദിവസം ഓപ്പൺ ആയി മാർക്കറ്റ്. ഇനി നമുക്ക് നോക്കുക. അടിപൊളി നല്ല സിനാരിയോ ഉണ്ടായിട്ടുണ്ട്. എന്താണ്? ഇവിടെ മാർക്കറ്റിൽ ഡൗൺ ട്രെൻഡ് ഉണ്ടായിരുന്നു. ആ ഡൗൺ ട്രെൻഡിൻ്റെ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്തു. ഇവിടെ മാർക്കറ്റ് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അല്ലേ? സോ ഞാൻ എന്ത് ചെയ്യാണ്? ഇനി ഈ ഒരു ദിവസത്തേക്കുള്ള ലെവൽസിന് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. എങ്ങനെയാണ് ഞാൻ സ്റ്റഡി വെക്കാൻ പോകുന്നത്? സോ എനിക്ക് കാണാൻ പറ്റും ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ഇവിടെ ചെറിയൊരു പുഷ് കിട്ടിയിട്ടുണ്ട്. എഗെയിൻ ഇവിടുന്ന് ഒരു നല്ലൊരു മൊമെൻറ്റം ക്യാൻഡിൽ ഉണ്ടായി, അവിടുന്ന് നല്ലൊരു സെൽ ഓഫ് വന്നു. സോ ഇവിടെയായിട്ട് എനിക്കൊരു റെസിസ്റ്റൻസ് ഇരിക്കുന്നുണ്ട് അല്ലേ? ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ നിന്നാണ് ഇനീഷ്യൽ മൊമെൻറ്റം വന്നിട്ടുള്ളത്. ഈ ഒരു പോയിൻ്റിൽ നിന്നാണ് ഒരു ഇനീഷ്യൽ മൊമെൻറ്റം ഇവിടെ വന്നിട്ടുള്ളത്. സോ ഈ 2 പോയിൻ്റ് എനിക്ക് മനസ്സിലായി. സോ അതിന് മുമ്പ് എനിക്ക് എന്ത് കൂടെ കാര്യം ചെയ്യാൻ പറ്റും? ഇവിടെയായിട്ട് എനിക്കൊരു ലെവലിനെ കൂടി മാർക്ക് ചെയ്യാൻ പറ്റും. എന്താ ഞാൻ ഈ ഒരു ലെവലിനെ മാർക്ക് ചെയ്യാൻ കാരണം? ഇവിടുന്ന് അഗ്രസീവായിട്ടുള്ള മൊമെൻറ്റം വന്നിട്ടുണ്ട്. ദാറ്റ് സിംപ്ലി മീൻസ് ഈ ഒരു ലെവലിൻ്റെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടുന്ന് അഗ്രസീവായിട്ട് നിങ്ങൾ ബൈ ചെയ്ത് പോയ സാധനം ഈ ഒരു ബയേഴ്സിന് സ്ട്രെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മിഡ് പോയിൻ്റ് താഴത്തേക്ക് പ്രൈസ് വരുമോ? വരൂല. ശരിയല്ലേ? സോ ഇതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ചെയ്യാൻ പറ്റുമോ? ഇവിടുന്ന് ചെയ്യാൻ പറ്റും. ബട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ എസ് എൽ വെക്കേണ്ടത് ഇവിടെയല്ലേ? ഇവിടുന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ അതിലും ചെറിയൊരു എസ് എൽ എനിക്ക് ട്രേഡ് കിട്ടും അല്ലേ? എനിക്ക് കണ്ണിൽ കാണുന്നത് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താ വരാൻ പോകുന്നതെന്നുള്ളത് എനിക്കറിയില്ലല്ലോ. കണ്ണിൽ കാണുന്ന സംഗതി എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ ചാർട്ടിൽ കാണുന്ന സംഗതി ഇതാണ്. സോ അത് വെച്ചിട്ട് ഞാൻ ലെവൽസിനെ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഈ ഒരു ലെവലിൻ്റെ താഴെ മുകളിലാണ് എൻ്റെ ലെവൽസ് ഇരിക്കുന്നത്. ആഹാ, എന്താ രസം നോക്കി. ഒരു ലെവൽ നമ്മൾ 9:20 9:30 ആയപ്പോൾ ഒരു ലെവൽ വരച്ചു. മാർക്കറ്റ് എൻ്റെ അതിൻ്റെ ഉള്ളിൽ നിന്നു. ഈ HDFC ആക്സിസ് ബാങ്കിൻ്റെ ചാർട്ടിൽ 1 രൂപയുടെ അല്ലെങ്കിൽ ഈവൻ 10 പൈസയുടെ മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നവനാണോ ഞാൻ? അത്ര മണി പവർ എനിക്കുണ്ടോ? ഇല്ല. എന്നാലും ആ ചാർട്ട് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളത് വായിക്കാൻ എനിക്ക് പറ്റി അല്ലേ? ശരിയല്ലേ? അപ്പോൾ എൻ്റെ സ്റ്റഡി എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. ആദ്യം ഈ കാണുന്ന കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങളുടെ ഫോക്കസിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യുക. എന്നിട്ട് അവസാനം നമുക്ക് എന്തിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാം? എത്ര വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതൊക്കെ അവസാനം നമുക്ക് പ്ലാൻ ചെയ്യാം. ആദ്യം നിങ്ങൾ മര്യാദയ്ക്കൊന്ന് ട്രേഡ് ചെയ്യാൻ പഠിക്കുക, ചാർട്ടിനെ ഫീൽ ചെയ്യാൻ പഠിക്കുക, ചാർട്ടിനെ മനസ്സിലാക്കാൻ പഠിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട സ്കില്ല് എന്ന് പറയുന്നത്. ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരെ കൊണ്ടും പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ 1ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളെ മകനെ വിളിച്ചിരുത്തി നോക്കി, എടാ ഇത് ബൈ ചെയ്ത് ഇത് പിന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ആണ് വരാൻ പോകുന്നത്, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലാണ് വരാൻ പോകുന്നത്. അവനോട് പറഞ്ഞു നോക്കി, അവൻ ചെയ്യും വെടിപ്പായിട്ട് ആ പരിപാടി. പിന്നെ നിങ്ങളുടെ ആവശ്യമൊന്നുമില്ല ചെയ്യാനായിട്ട്.
ആദ്യം നിങ്ങൾ ഈ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാക്കാൻ നോക്ക്. ഇനി ഇതാണ് എൻ്റെ ലെവൽസ്, ഇവിടുന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടുന്ന് മാർക്കറ്റ് പുൾ ബാക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി എനിക്ക് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പർ സൈഡിലേക്ക് ഡൗൺ സൈഡിലേക്ക് വരാന്നുണ്ടെങ്കിൽ ഈ ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വരണം. ഈ ഒരു ചാർട്ട് കൂടി നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്കൊക്കെ പോകാം. അല്ലെങ്കിൽ സെഷൻ നമ്മൾ ഒരുപാട് വൈകി പോകും. എന്തായി? പുൾ ബാക്ക് വന്നോ? കയറാൻ പറ്റിയോ? കയറാൻ പറ്റി. മോശമില്ലാത്തൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി. സിങ്ങിൻ്റെ താഴെ തന്നെ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? സിങ്ങിൻ്റെ താഴെ തന്നെ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1:3 അടുത്തുള്ള പ്രോഫിറ്റ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ ഈ മാർക്കറ്റ് ഇവിടെ എത്തുമ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യം എന്താണ്? ഇവിടെ ഞാൻ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എവിടെ കൊണ്ടുപോയിട്ട് SL ഇടും? നിയറസ്റ്റ് ആയിട്ട് ബയ്യർ ആ ചാർട്ടിലേക്ക് ആക്റ്റീവായിട്ടുള്ള പോയിൻ്റ് ഏതാ? ഇതാണ്. ഇവിടെ എത്തുമ്പോഴല്ലേ ഈ ബയ്യർക്ക് ഇതിൻ്റെ ഈ SLനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുക പുൾ ബാക്കിന് വേണ്ടിയിട്ട്. കാരണം ഈ SL എനിക്ക് എടുക്കാൻ പറ്റില്ല. എനിക്ക് എടുക്കാൻ പറ്റുന്ന SLന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. ഇവിടെ എനിക്ക് റീടെസ്റ്റ്, നമ്മൾ ഇവിടുന്ന് പറഞ്ഞ അതേ പോയിന്റിലേക്ക് നമുക്ക് റീടെസ്റ്റ് കിട്ടി. എൻട്രി ബൂം അല്ലേ? ഇതാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഗെയിം അല്ലേ? അല്ലാണ്ട് നിങ്ങൾ ഈ പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കാണുന്ന തള്ളൊന്നും അല്ല റിയൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. എത്തീരിയം സ്റ്റോപ്പ് ലോസ് പോയിന്റ് അത് ഡിപ്പെൻസ് ഓൺ ദാറ്റ് ചാർട്ടാണ്. എവിടെയാണോ SL വരുന്നത് ആ ഒരു പോയിന്റിനെ, അതായത് ആ നിയറസ്റ്റ് സിങ്ങിനെ കേട്ടോ. എങ്ങനെയുണ്ട്? ഇപ്പം ആക്സിസ് ബാങ്ക് നിങ്ങൾ പറഞ്ഞ ഡേറ്റാണ് ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഒരു ദിവസത്തെ അല്ല, 8-10 ദിവസത്തെ ഞാൻ എനിക്ക് തോന്നുന്നു അത്രയും ദിവസം ചാർട്ട് ഞാൻ കാണിച്ചതുണ്ട്. എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്? എന്ത് മാജിക്കാണ് ഞാൻ എൻ്റെ ബാക്കിൽ കാണിക്കുന്നത്? ഈവൻ ദോ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ഞാൻ തരുന്ന ലെവൽസ് നിങ്ങളുടെ മുമ്പിലുണ്ട്. അവിടുത്തെ എന്ത് മാജിക്കാണ് ഞാൻ കാണിക്കുന്നത്? ഇപ്പോൾ ഈ കണ്ട സംഗതി മാത്രമേ ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളൂ. അതേ ഒരു പരിപാടിനെ തന്നെയാണ് ഞാൻ അവിടെ കൊണ്ടുപോയിട്ടും ഇപ്പുറത്ത് കൊണ്ടുപോയിട്ടും ആക്സിസ് ബാങ്കിൽ കൊണ്ടുപോയിട്ടും ആപ്പിളിൽ കൊണ്ടുപോയിട്ടും നാസ്ഡാക്കിൽ കൊണ്ടുപോയിട്ടും എല്ലാത്തിലും കൊണ്ടുപോയി വാച്ച് ചെയ്യുന്നത്. ഇപ്പം നാസ്ഡാക്കിൽ നോക്കണം, അതിനകത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എവിടെയാണ് ട്രേഡ് വരാൻ പോകുന്നത്. S&P 500 നോക്കണം, അവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എവിടെയാണ് ട്രേഡ് വരാൻ പോകുന്നത്. എക്സാക്ട്ലി എവിടെ നിന്നായിരിക്കും ട്രേഡ് വരാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് എനിക്ക് നിങ്ങളോട് വെല്ലുവിളിച്ച് പറയാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഡേറ്റ് പറഞ്ഞു, ഐ ആം റെഡി ടു ഷോ യു എന്ന്. ഒരേ ക്വസ്റ്റ്യൻ തന്നെ അഗെയിൻ പോസ്റ്റ് ചെയ്യണ്ട കേട്ടോ. ആസ് എ ബിഗിനർ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത് മെത്തേഡ് നല്ലതാണോ? ഡെഫിനറ്റ്ലി ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ബട്ട് ഏറ്റവും നല്ലത് എന്താണെന്നോ, നിങ്ങൾ ബിഗിനർ ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രൈസിനെ ഫോക്കസ് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. ആദ്യം നിങ്ങൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് അൺലേൺ ചെയ്യണം ഫസ്റ്റ്. അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ നിങ്ങൾ അതിനെ അൺലേൺ ചെയ്യേണ്ടതുണ്ട് ഫസ്റ്റ്. സോ ഈ അൺലേൺ ചെയ്യുന്ന സംഗതി ഒഴിവാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. ഇപ്പം ഞാൻ ക്ലാസ്സൊക്കെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്. ഒന്നുമില്ലാത്തൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളാണ് ഏറ്റവും എളുപ്പം, അയാളെയാണ് പഠിപ്പിക്കാൻ. ബാക്കിയുള്ളവർക്ക് ആദ്യം പഠിച്ചു വെച്ച മിസ്റ്റേക്കുകൾ അൺലേൺ ചെയ്യേണ്ടതുണ്ട് അല്ലേ? നെക്സ്റ്റ് ബാച്ച് അതൊക്കെ ഇതിനകത്ത് ചോദിച്ചാൽ മതി കേട്ടോ. നോ വറീസ്. ഫോറക്സ് പേഴ്സിൽ പാരലായിട്ട് മൂവ് ചെയ്യുന്ന പേഴ്സ് എന്ന് പറഞ്ഞാൽ നത്തിങ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ EJ ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ആൻഡ് അതേപോലെ തന്നെ പിന്നെ നമ്മുടെ XAJPY, XAUSD, XAJUSD അതായത് ഗോൾഡും സിൽവറും ഒരേ ഡയറക്ഷനിലേക്കായിരിക്കും മിക്കവാറും മൂവ് ഉണ്ടാവുക. എത്തീരിയം സ്റ്റോപ്പ് ലോസ് അത് ഞാൻ പറഞ്ഞു ഓൾറെഡി. സർ നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ ഒന്ന് അവിടെ നിന്ന് ഒരു സെൽ പ്രതീക്ഷിക്കുമോ? നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഞാൻ സെല്ല് പ്രതീക്ഷിക്കുന്നുണ്ട്. ബട്ട് അതിന് മുമ്പ് ഞാൻ ഇന്നലത്തെ ക്ലാസ്സിലടക്കം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എവിടെയാണ് അവർ ട്രാപ്പ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഏതെങ്കിലും ഒരു പോയിന്റിൽ കൊണ്ടുപോയി ട്രാപ്പ് ആക്കിയതിന് ശേഷം മാത്രമായിരിക്കും ആ ഒരു സെൽ ഓഫ് ഉണ്ടാവുക. ഏത് സ്ട്രൈക്ക് ITM, ATM, OTM ഏത് സ്ട്രൈക്കിലായിരിക്കും പ്രോപ്പർ SL വെച്ച് ട്രേഡ് ചെയ്യാൻ പറ്റുക? ദാറ്റ് ഡിപ്പെൻസ്. അതായത് അതുൽ ഇപ്പം പിന്നെ ദാറ്റ് ഡിപ്പെൻസ് എന്ന് ഞാൻ പറയാൻ കാരണം ഇന്നലത്തെ കേസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇന്നലെ ATM സ്ട്രൈക്കിൽ ഡെൽറ്റ എന്ന് പറയുന്നത്, ഡെൽറ്റ എന്നുള്ളത് മാത്രമൊന്നുമല്ല, ATM സ്ട്രൈക്ക് 1 പോയിൻ്റ് സ്പോട്ട് താഴത്തേക്ക് മൂവ് ചെയ്യുമ്പം ATM സിയിൽ 1 പോയിൻറ്റിൻ്റെ DK ഉണ്ടാവുന്നുണ്ട്. സോ അത് ATMലും ഇന്നലെ 1 പോയിൻ്റ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ആക്ച്വലി അത് എവിടെയാണ് വരേണ്ടത്? ഡീപ്പ് ITMലാണ് ആ 1 പോയിൻ്റ് ഡെൽറ്റ ചേഞ്ച് ഉണ്ടാവേണ്ടത്. ബട്ട് ഇന്നലെ അതിനകത്ത് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രീമിയത്തിൻ്റെ ചാർട്ടിനെ നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്യാം എത്രത്തോളം DK ആ സ്ട്രൈക്കിൽ വരുന്നുണ്ടെന്ന് നോക്കാനായിട്ട് കേട്ടോ.
മെൽവിൻ, ഹൗ ടു ബിൽഡ് വൺ സ്ട്രാറ്റജി. ഹൗ ടു ബിൽഡ് ഓൺ സ്ട്രാറ്റജി. ഓക്കെ, എന്തൊക്കെയാണ് മെയിനായിട്ട് നോക്കേണ്ടത്? ഓൺ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനായിട്ട് ഞാൻ ഒരു 3 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സിനെ ക്ലബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ക്ലബ് ചെയ്യാം. അതല്ല നിങ്ങൾ സിമ്പിൾ പ്രൈസിനെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ എഗെയിൻ ആൻഡ് എഗെയിൻ അതേ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഓൺ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് കേട്ടോ. ഗോൾഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി. ഒരു ഇൻഡിക്കേറ്ററോ കാര്യങ്ങളൊന്നും ഇല്ലാതെ സ്പെസിഫിക് ക്യാൻഡിലെ മാത്രം വെച്ചിട്ടുള്ളതാണത്. അതിനെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും ഗോൾഡിൽ കേട്ടോ. സാർ ഓരോ ദിവസം പറയാറില്ല ടുഡേ അഗ്രസീവ്, അത് എന്തിൻ്റെ ബേസിസിലാണ്? അത് നല്ല ക്വസ്റ്റ്യൻ. തോഫീഖ്, അഗ്രസീവ് ആവുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇന്ന് ഞാൻ അഗ്രസീവ് അല്ല, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ അഗ്രസീവ് ആവരുത് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ്ലി ഉള്ള മൊമെൻറ്റം അസസ് ചെയ്യുമ്പം മാർക്കറ്റിൻ്റെ മൊമെൻറ്റം അപ്പർ സൈഡിലേക്കാണ്, ഡൗൺ സൈഡിലേക്ക് ആ ട്രേഡ് വരുന്നത് എന്നുള്ളത് അഗ്രസീവ് ആവരുത്. അതല്ല, മാർക്കറ്റിന് ഒരു പ്രോപ്പർ ക്ലാരിറ്റി ഇല്ല, അപ്പർ സൈഡിലേക്കാണോ ഡൗൺ സൈഡിലേക്കാണോ മാർക്കറ്റിൻ്റെ മൂവ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇൻഡിസിഷൻ പോയിന്റിലാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ അഗ്രസീവ് ആവരുത്. അതല്ല, ക്ലസ്റ്റർ ഓഫ് ക്യാൻഡിൽസ് ഉണ്ടാക്കിയിട്ട് മുമ്പ് ഒരു ക്യാൻഡിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏതൊരു സൈഡിലേക്കും നമുക്ക് അഗ്രസീവ് ആകാൻ പറ്റില്ല. ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ അഗ്രസീവ് ആവരുത് എന്ന് പറയുന്നത് കേട്ടോ. അബ്സ്ട്രാക്സൽ കിൽ സ്വിച്ച് ഉണ്ട്, ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയാൽ മതി കേട്ടോ. അതൊക്കെ ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന. FXCM ഫണ്ട് ആഡ് ചെയ്താലാണ് നമ്മുടെ മറ്റേ ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുക. $50 അല്ലെങ്കിൽ മാക്സിമം $100 ആഡ് ചെയ്താൽ മതി. ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്താൽ മതി. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് അതിനകത്ത് പ്രോപ്പറായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ ഓൺ ട്രേഡിംഗ് അക്കൗണ്ട് അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഉണ്ട് ഒരുപാട് ആൾക്കാർ ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ. അവർക്ക് വേണമെങ്കിൽ അവർ തന്നെ കമൻറ്റ് ചെയ്തോളും എത്രത്തോളം ആക്യുറസി അവിടെ വരുന്ന ട്രേഡ്സ് ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ കാണിച്ച സെറ്റപ്പ് ഏത് സെറ്റപ്പാണ് അൻസാർ? സാർ കോമൺലി യൂസ് ചെയ്യുന്നത് RSI, സ്റ്റൊക്കാസ്റ്റിക്, പിവറ്റ്, അങ്ങനെയുള്ള EMAs അങ്ങനെയൊക്കെയാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. സിസ്റ്റമാറ്റിക് വേയിൽ എങ്ങനെ ഫണ്ടിനെ വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ മന്ത്ലി ഒരു 10%, 5% അങ്ങനെ ആ ഒരു ലെവലിലല്ല. ഞാൻ എൻ്റെ ഒരു വിഡ്രോവൽ ഞാൻ പറഞ്ഞുതരാം. വിത്തിൻ 3 months നമുക്ക് എന്ത് വരാറുണ്ട്? പേ ഔട്ട് വരാറുണ്ട്. പേ ഔട്ട് ഇൻ ദ സെൻസ് സെറ്റിൽമെൻറ്റ് വരാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണോ പ്രീവിയസ്ലി ആഡ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ, ആ ക്യാപിറ്റലിനെയാണ് ഞാൻ വീണ്ടും എന്ത് ചെയ്യാറ്? ആഡ് ചെയ്യാറ്. ആൻഡ് ഈ ഒരു മാസം ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ്. ഈ ഒരു മാസം ഞാൻ ചെയ്തിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താണോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് അതിനെ എനിക്ക് തോന്നുന്ന ഒരു 90% ഞാൻ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഫോറക്സിലാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഒരു സർട്ടൻ പോയിൻറ്റ്സ് ഉണ്ട്. ആ ഒരു ലെവലിൽ എത്തിയെന്ന് തോന്നുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വിഡ്രോവൽ കൊടുക്കും. 5,000 ആകുമ്പോഴോ അല്ലെങ്കിൽ ഒരു 5,000 ആയിക്കഴിഞ്ഞാൽ ഡോളർ അക്കൗണ്ടിലായി കഴിഞ്ഞാൽ അതിനെ ഞാൻ വിഡ്രോ ചെയ്യും. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യാറ്. ഹാഷിം, റെക്കോർഡർ കിട്ടും കേട്ടോ നിങ്ങൾക്ക്. ഏതിനകത്ത് ഹരീഷ്, ഏതിനകത്ത് നിങ്ങൾ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിലും അതിനെ തന്നെ എഗെയിൻ ട്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഫേക്ക് ബ്രേക്കൗട്ടിന് അഗെയിൻസ്റ്റ് ബ്രേക്ക് ഡൗൺ ഫെയിലർ ആയതിനു ശേഷം, ഫേക്ക് ബ്രേക്കൗട്ട് ഉണ്ടായതിനു ശേഷം അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന മൂവ് ബ്ലാസ്റ്റിംഗ് ആവാറുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും കേസുകൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. കറൻസി പെയർസിൽ റൗണ്ട് നമ്പേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് പറയാമോ? നിങ്ങൾ USD JPYയുടെ ചാർട്ട് നോക്കിയേ. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ചാർട്ടല്ലേ, നിങ്ങൾ നോക്കേണ്ട രീതിയിൽ അതിനെ നോക്കായിട്ടല്ലേ. GBP JPY, ഞാൻ അപ്പോൾ GBP JPYയുടെ ചാർട്ടിലുള്ളത്, അല്ലെങ്കിൽ USD JPYയുടെ ചാർട്ടിലാണ് ഞാനുള്ളത്. ലെറ്റ്സ് USD JPYയുടെ ചാർട്ടിൽ അല്ലെങ്കിൽ GBP JPYയുടെ ചാർട്ടിലേക്ക് തന്നെ പോവാം. അതിനകത്തും എൻ്റെ സ്റ്റഡീസ് മേ ബി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് USD JPYയിൽ. നിങ്ങൾക്ക് ചാർട്ട് കൺഫ്യൂസിങ് ആവും. ആ സ്റ്റഡീസ് എനിക്ക് മാറ്റാനും പറ്റില്ല. ലെറ്റ്സ് ഞാനിപ്പോൾ ഇവിടെ ലെവൽസിനെ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 189, ഇത് റൗണ്ട് നമ്പറാണ്. 189 എന്ന് പറയുന്ന പോയിൻ്റ് അല്ലേ, ഇത് റൗണ്ട് നമ്പറാണ്. ആൻഡ് 189, 190 and 191 and again 192.
ഈ ഒരു ലെവൽസിനെ മാത്രമേ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ എക്സാക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ലെവൽസിലേക്കൊന്നും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ല. ഇതിനകത്ത് റൗണ്ട് നമ്പറിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ ഒന്ന് കണ്ണുറന്ന് നോക്കി. നിങ്ങൾ പിന്നെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുമ്പോഴല്ലേ ഇതൊന്നും നിങ്ങൾക്ക് നോക്കാൻ സമയം കിട്ടാത്തത് അല്ലേ? ഈ ചാർട്ടിനൊന്ന് ഫീൽ ചെയ്ത് നോക്കിയേ, ഈ ചാർട്ടിനൊന്ന് മനസ്സിലാക്കി നോക്കിയേ. പ്രോഫിറ്റ് നമുക്ക് പിന്നെ ഉണ്ടാക്കാന്നേ. നോക്കി ഈ ലെവൽസിൽ ഈ റൗണ്ട് നമ്പറിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ ചാർട്ടിൽ? ഒന്ന് റിപ്ലൈ അയച്ചെന്ന്. ഈ ലെവൽസിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ചാർട്ടിലുണ്ടോ? നോക്കിയേ നിങ്ങളൊന്ന്. മാർക്കറ്റ് ഈ ഒരു ലെവലിനെ സപ്പോർട്ടായിട്ട് എടുത്തു, എഗെയിൻ എവിടെ വരെ പോയി? അടുത്ത റൗണ്ട് നമ്പറിൽ വരെ പോയി, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തു, എഗെയിൻ അടുത്ത റൗണ്ട് നമ്പറിലേക്ക് എത്തി, എഗെയിൻ അടുത്ത റൗണ്ട് നമ്പറിൽ ട്രാപ്പ് കാണിച്ചു, എഗെയിൻ ഇവിടുന്ന് അടുത്ത റൗണ്ട് നമ്പർ, എഗെയിൻ അടുത്ത റൗണ്ട് നമ്പർ, അതിനെ ബ്രേക്ക് ഡൗൺ, എഗെയിൻ റൗണ്ട് നമ്പർ ടെസ്റ്റ് ചെയ്തു, എഗെയിൻ ഈ ഒരു റൗണ്ട് നമ്പർ തൊട്ടടുത്തേക്ക് തന്നെ മാർക്കറ്റ് എത്തി, എഗെയിൻ ഈ ഒരു ആക്ഷൻ മാർക്കറ്റ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ റൗണ്ട് നമ്പറിന്? ഉണ്ടല്ലേ? സോ നോക്കിയാൽ മതി. എക്സ്നസിലൊക്കെ കിൽ സ്വിച്ച് ഉണ്ട് കേട്ടോ. ഡെയിലി അനാലിസിസ് ഉറപ്പില്ല മാൻ. ഇർഫാൻ, ആക്സിസ് ബാങ്ക് റീഡ് ചെയ്ത പോലെ ഞാൻ ഗോൾഡിനെ റീഡ് ചെയ്യാറില്ല. കാരണം ഗോൾഡ് ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ്, അതാണ് സംഭവം. ഇല്ല, ആക്സിസ് ബാങ്കിൽ ഞാൻ പ്രൈസിനെയാണ് റീഡ് ചെയ്തിട്ടുള്ളത്. അതിനെ ഞാനൊരു വീഡിയോ ആയിട്ട് പിന്നെ പല സീരീസ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ക്യാൻഡിൽ പറയുന്ന സ്റ്റോറി, അങ്ങനെ ഒക്കെ ഞാൻ പിന്നെ നമ്മുടെ പ്രൈസ് ആക്ഷൻ സീരീസിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ആശാൻ, ഒരു റിവേഴ്സൽ ട്രേഡ് പ്ലാൻ ചെയ്യുമ്പം രണ്ടും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഹാമർ ഓർ ഇൻവെർട്ടഡ് ഹാമർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 15 മിനിറ്റിൽ ഇത്ര ഒരു മൂവ് ഉണ്ടായി കഴിഞ്ഞാൽ റിവേഴ്സലിൽ പോസിബിലിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ. അതേപോലെ ഇതൊക്കെ അസസ് ചെയ്തിട്ട് എല്ലാം കൂടെ മാക്സിമം എത്രത്തോളം സ്റ്റഡി അതിൻ്റെ കൂട്ടത്തിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആഡ് ചെയ്യുക. ഇൻഡിക്കേറ്റർ അല്ല കേട്ടോ, മാക്സിമം എത്രത്തോളം സ്റ്റഡി അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്റ്റഡി അതിനകത്തേക്ക് ആഡ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയ പുൾ ബാക്കുകൾ വരുമ്പോൾ നിങ്ങൾക്ക് പേടി ഉണ്ടാവില്ല. സോ ഹാമർ ക്യാനിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഇൻവെർട്ടഡ് ഹാമർ ക്യാനിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാനവിടെ ട്രേഡ് പോകും. ബട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഫിബോണാച്ചി ആവട്ടെ, അതിൻ്റെ കൂട്ടത്തിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആവട്ടെ, അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു മൊമെൻറ്റത്തിൻ്റെ പരിപാടി ആവട്ടെ, ഇതൊക്കെ അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ആഡ് ചെയ്ത് വെക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ ക്യാൻഡിലിനെയും കൂടി ഒരു കൺഫർമേഷനായിട്ട് എടുക്കും. അതല്ലാണ്ട് പിന്നെ ഞാൻ പറഞ്ഞതിനർത്ഥം ഒരിക്കലും ഇതല്ല. പിന്നെ RSIയും ആഡ് ചെയ്തു, സ്റ്റൊക്കാസ്റ്റിക്കും ആഡ് ചെയ്തു, പിവട്ടും ആഡ് ചെയ്തു, ഇതല്ല ഞാൻ സ്റ്റഡി എന്ന് പറഞ്ഞത്. നമ്മുടെ കോൺഫിഡൻസിന് ആഡ് ചെയ്യുക കേട്ടോ. എങ്ങനെയാണൊരു പൊസിഷനിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ടാർഗറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അത് ഞാൻ ആ ഒരു സ്റ്റോപ്പ് ലോസിനെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി. അതിനകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഞാനൊരു SLനെ പ്ലാൻ ചെയ്യുന്നത്. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് 1:1.5 എന്നുള്ള ലെവലിൽ ടാർഗറ്റിനെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം കേട്ടോ. എൻട്രിക്ക് ഞാൻ 5 മിനിറ്റാണ് നോക്കാറ്. സ്റ്റോക്കുകളിലാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റാണ് നോക്കാറുള്ളത്. ആൻഡ് ഇതിനകത്താണെന്നുണ്ടെങ്കിൽ പിന്നെ സ്റ്റഡിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ട് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഫോറക്സിൽ തരുന്ന ലെവൽസ് വെച്ച് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാമോ? എന്താണ് അതിനകത്ത് ലെവൽസ് വെച്ച് തരുന്നതിൽ എന്താണ് ഡൗട്ട്? എന്താണ് ബ്രേക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് നോക്കണം. ഇപ്പം ഇവിടെ ഞാൻ തരുന്ന ലെവൽസിൽ ട്രേഡ് വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഓക്കെ, ഇപ്പോൾ ഞാൻ തരുന്ന ലെവൽസ് ലെറ്റ്സ് ഇങ്ങനെയാണ് ലെവൽസ് ഞാൻ യൂഷ്വലി തരാറുള്ളത് അല്ലേ. ഇങ്ങനെ ഒരു ലെവൽ തരും, ഇങ്ങനെ ഒരു ലെവൽ വരും അല്ലേ. അപ്പം ലെറ്റ് സപ്പോസ് മാർക്കറ്റ് നിൽക്കുന്നത് ഈ ഒരു പോയിന്റിലാണെന്ന് വെക്കുക. ഞാൻ ലെവൽസ് തരുന്ന സമയത്ത് മാർക്കറ്റ് നിൽക്കുന്നത് ഈ ഒരു പോയിന്റിലാണെന്ന് വെക്കുക. സോ എൻ്റെ പ്ലാൻ ഞാൻ യൂഷ്വലി തരാറുള്ളത് എന്താണ്? ഒന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കും തരിക, അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ തരും, അതല്ലെങ്കിൽ ഇങ്ങനെ തരും. സോ ഇതിനർത്ഥം ഇവിടുന്ന് നിങ്ങൾ ഈ ഒരു പിന്നെ ഇതാണ് ഞാൻ തരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒന്ന് പുൾ ബാക്ക് കിട്ടി 5 മിനിറ്റിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ, ഹാമർ ക്യാൻഡിലോ അല്ലെങ്കിൽ ബുള്ളിഷ് എൻഗൾഫിങ്ങോ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നിങ്ങൾക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാം. ബട്ട് ഇങ്ങനെയാണ് തരുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് കിട്ടിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഇവിടെ ഒന്ന് റിവേഴ്സ് ആയിട്ട് ഒരു ഹാമർ ക്യാൻഡിൽ ഉണ്ടാക്കുകയാണ്, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ട്രേഡിനെ പ്ലാൻ ചെയ്യാം. മനസ്സിലായോ? ഇങ്ങനെയാണ് പിന്നെ ഫോറക്സിൽ ഞാൻ തരുന്ന ലെവൽസിനെ നോക്കേണ്ടത് കേട്ടോ. ഓക്കെ അല്ലേ? കാര്യം മനസ്സിലായില്ലേ? പറഞ്ഞേ. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് ചോദിച്ചേ. 1.5 മണിക്കൂറായി നമ്മളിരിക്കുന്ന പറഞ്ഞിട്ട്. സോ ഇപ്പം ഞാൻ ഈ ഒരു കാണിച്ചു തന്ന സ്റ്റഡി എങ്ങനെയുണ്ട്, എന്താ നിങ്ങളുടെ ഒരു വ്യൂ എന്ന് പറഞ്ഞേ.
എൻഗൾഫിംഗ് ക്യാൻഡിൽ ഫുള്ളി കവേർഡ് ആവണോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻഗൾഫിംഗ് ക്യാൻഡിലൊന്നും നമ്മൾ ഈ കാണുന്നത് പോലെ അല്ല ബാക്കിയുള്ള ചാർട്ട് റീഡേഴ്സ് വായിക്കുക കേട്ടോ. അതായത് നിങ്ങൾ ഗൂഗിളിൽ കാണുന്ന സംഗതി അല്ല ഒരിക്കലും ചാർട്ടിൽ നടക്കാൻ പോകുന്ന സംഗതി എന്ന് പറയുന്നത്. സോ എൻഗൾഫിംഗ് ക്യാൻഡിൽ ഫുള്ള് ഇതായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ട്രേഡ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് ഇത്രേ പറയാനുള്ളൂ. തൊട്ട് മുമ്പുള്ള ക്യാൻഡിലിനെ കംപ്ലീറ്റ് ആയിട്ട് എൻഗൾഫ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ എൻഗൾഫിംഗ് ക്യാൻഡിൽ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം ഈ ഒരു ബോഡി ഇത്ര ഉണ്ട് എന്ന് നോക്കുക, ലെറ്റ്സ് സേ ഇത് ഇങ്ങനെ ഒരു ബോഡി ഉണ്ട് നോക്കുക. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് റീസൺസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ ഹൈനെ എന്തിനാ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇത് എൻഗൾഫിംഗ് ക്യാൻഡിൽ ആവില്ല. അതിനർത്ഥം മാർക്കറ്റ് ഇവിടെ റിവേഴ്സ് ആവില്ല എന്നുള്ളതാണോ? അല്ല. ഇൻ ഓവറോൾ പിക്ചർ എന്താണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ, അതാണ് നോക്കേണ്ടത്. ഒരു ക്യാൻഡിൽ എന്നുള്ളത് മാത്രമല്ല. സോ എന്നോട് ചോദിക്കുകയാണ് ഇതൊരു എൻഗൾഫിംഗ് ക്യാൻഡിലാണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഐ സേ ഇതൊരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ്. അത് ഹൈയും ലോയും ഇതിനുള്ളിൽ കവറായതുകൊണ്ടോ മറ്റേതുകൊണ്ടൊന്നുമില്ല. ഇൻ ഓവറോൾ കോണ്ടെക്സ്റ്റിൽ ഇതൊരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ്. അത്രയേ ഉള്ളൂ പരിപാടി. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇവിടെ ചാർട്ട് ഉണ്ടാക്കുന്നത് ആരാണെന്നറിയോ? ട്രേഡേഴ്സാണ്. മറ്റിടത്ത് ചാർട്ട് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ചാർട്ട് എക്സാമ്പിൾസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്ന ആൾക്കാർ, അതായത് പെർഫെക്റ്റ്ലി വർക്കായ സംഗതി മാത്രം എടുത്ത് കാണിച്ചിരുന്നതാണ്. ബട്ട് ഇവിടെ വരുമ്പം അത് ഉണ്ടാക്കുന്നത് ട്രേഡേഴ്സാണ്. ട്രേഡേഴ്സിന് കണ്ണും മൂക്കൊന്നുമില്ല. അവർക്ക് തോന്നുന്നത് പോലെ വെച്ചിട്ടുണ്ടാക്കി പോകും. അത് എന്താണ് എങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടതെന്നുള്ളത് ഓവറോൾ കോണ്ടെക്സ്റ്റിലാണ്. അത് നിങ്ങൾ വായിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. എക്സ്നെസ്സിൽ കിൽ സ്വിച്ച് ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇറ്റ്സ് ആൻ ഈസി മെത്തേഡ്. ഓക്കെ തോമസ്, ഇറ്റ്സ് ആൻ ഈസി മെത്തേഡ്. ബട്ട് ഈ ഒരു ഈസി മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ ഒന്ന് പറഞ്ഞേ? ഈ ഒരു ഈസി മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി പറ്റില്ല. കാരണം എന്താ? ഇതെൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞു ഏത് ചാർട്ടിലും ഞാൻ റെഡിയാണ് കാണിച്ചു തരാനെന്നുള്ളത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ലൈവായിട്ട് പറഞ്ഞിട്ടാണ് കാണിച്ചിരുന്നത്. ഏത് ചാർട്ട് നിങ്ങൾ പറഞ്ഞോ, എവിടെ പറഞ്ഞോ ഞാൻ കാണിച്ചു തരാൻ റെഡിയാണെന്നുള്ളത്. അത് അത്രയും എഫേർട്ട് ഞാൻ ഇട്ടത് കൊണ്ടാണ് അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടുന്നത്. സോ അത്രയും എഫേർട്ട് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു ഭയങ്കര ഈസി ആയിട്ട് മാറും. ഞാൻ നിഫ്റ്റിയാണ് ഫോക്കസ് ചെയ്യുന്നത്. ആശാൻ്റെ ലെവൽസ് വെച്ച് 40 to 45 പോയിൻറ്റ്സ് നിഫ്റ്റിയിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഓർ റിവേഴ്സൽ ഉണ്ടെങ്കിൽ എൻട്രി എടുക്കും. ബട്ട് 1/1 ആകുമ്പോഴേക്ക് ട്രയൽ ഓർ ബുക്ക് അപ്ഡേറ്റ് വരുമ്പോൾ 1/2 നിൽക്കാനുള്ള കോൺഫിഡൻസ് പോവും. ഫേവർ റിവേഴ്സൽ ഞാൻ ട്രയൽ ചെയ്യാനോ ബുക്ക് ചെയ്യാനോ പറയുന്നത് എന്താണെന്നറിയോ? അതിനകത്ത് വൺസ് ഒരു പ്രോഫിറ്റ് വന്ന ശേഷം പിന്നെ ആ സാധനം നിങ്ങൾ ലോസിൽ കൊണ്ടുപോയിട്ട് ബുക്ക് ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാനുള്ള അപ്ഡേഷൻ തരുന്നത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ അപ്ഡേറ്റ് വരുന്ന സമയത്ത് നിങ്ങളുടെ SL നിങ്ങൾക്ക് കോസ്റ്റിൽ വെക്കാം, അല്ലെങ്കിൽ കയ്യിലുള്ളതിൻ്റെ പകുതി ബുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ നിങ്ങൾക്ക് ട്രയലിങ്ങിലേക്ക് വിടാം. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പ്രീമിയം അഡ്ജസ്റ്റ്മെൻറ്റ് അതൊരു ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാട്ടത്. ആ ഒരു എഫേർട്ട് എടുക്കാൻ രഞ്ജിനി രവീന്ദ്രൻ എഫേർട്ട് എടുക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്ന അതേ ജീവിതം തന്നെ ജീവിച്ചുകൊണ്ടിരിക്കാം. വേറൊരു വ്യത്യാസം ഉണ്ടാവില്ല. സോ കാര്യം മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. സോ പറഞ്ഞേ. ഐ തിങ്ക് എക്സ്നെസ്സിൽ പ്രോഫിറ്റ് വിഡ്രോവൽ ചെയ്യാൻ പറ്റും. അതിനകത്ത് എക്സ്നെസ്സിൽ നിങ്ങൾക്ക് ക്രിപ്റ്റോ വിഡ്രോവലൊക്കെ ചെയ്യാൻ പറ്റും. എവിടെ നിന്നാണ് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. FXTM ട്രേഡ് ചെയ്യാൻ മെറ്റ ആപ്പ് ആവശ്യമുണ്ടോ? എക്സ്നെസ്സിൽ പോലെ പ്ലാറ്റ്ഫോം ഉണ്ടോ ട്രേഡ് എടുക്കാൻ? FXTMൽ നിങ്ങൾക്ക് മെറ്റയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി, അതാണ് നല്ലത്. ആൻഡ് FXTMലും എക്സ്നെസ്സിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. അവർ നിങ്ങളെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്യും. അതിനകത്ത് ഞാൻ എടുക്കുന്ന ട്രേഡുകളെല്ലാം തന്നെ തരാറുണ്ട്. ആൻഡ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമുക്ക് എന്തുണ്ടാവാറുണ്ട്? നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടാറുണ്ട് അല്ലേ? സോ നിങ്ങൾക്ക് നോക്കിയാൽ അതിനകത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. മോശമില്ലാത്ത ട്രേഡുകൾ വരാറുണ്ട്. അതിനർത്ഥം എല്ലാ ദിവസവും പ്രോഫിറ്റ് എന്നുള്ളതല്ല, പ്രോഫിറ്റ് ഉണ്ടാവാറുണ്ട്, മിനിമം ലോസുകളും വരാറുണ്ട്. ബട്ട് ഓവറോൾ പോയിന്റിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ്, സൂപ്പറായിട്ടുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ അക്കൗണ്ടിനെ പ്രോപ്പറായിട്ടൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക. റിസ്ക് മാനേജ്മെൻറ്റും മണി മാനേജ്മെൻറ്റും പ്രോപ്പറായിട്ട് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. എല്ലാ ദിവസവും ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് SL ആണെന്നുണ്ടെങ്കിൽ SL നിന്ന് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ടാർഗറ്റ് ആണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ട്രയൽ ചെയ്യാൻ പറ്റുന്ന പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ട്രയലിങ് പറയാറുണ്ട്. പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ അത് പറയാറുണ്ട്. എല്ലാം ചെയ്യാറുണ്ട്. സോ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യാൻ പറ്റും കേട്ടോ. ഡെൽറ്റ എക്സ്ചേഞ്ച് ഹെവി ഇൻ ചാർജസ്, സൂപ്പർ ചാർജസ് ആണ് കേട്ടോ. ട്രേഡിംഗ് ചാർജസ് ഹെവിയാണ്, അത് മാത്രമേ ഉള്ളൂ ഡെൽറ്റയിൽ. നോക്കാം ഹിഷാം, നമുക്ക് ഹാഷിം മോർ ലൈവ് ഇതുപോലെ തന്നെ നമുക്ക് നോക്കാം കേട്ടോ. യൂസ്ഫുൾ സ്ട്രീം, താങ്ക് യു. ഞാനും ആ ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ആലോചിച്ചിട്ട് മാത്രമാണ്
പിന്നെ ഇങ്ങനൊരു കാര്യം പ്ലാൻ ചെയ്തത്. അതായത് എന്താ പറയുക, മറ്റേത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക്ക് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ഈസി ടു എക്സ്പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പിക്ക് വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. ബട്ട് ഇതാകുമ്പോൾ നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു അപ്രോച്ച് നിന്ന് എടുത്തിട്ടുള്ളത്. എക്സിനസ് ആൻഡ് MT5ലുള്ള XAUSD ചാർട്ടിൽ ഏതിൻ്റെ ആണ് അത്? നിങ്ങൾ MT5ൻ്റെ ചാർട്ട് മാത്രം പ്ലാൻ ചെയ്താൽ മതി കേട്ടോ. അതിനകത്ത് SLN സ്റ്റോപ്പ് ലോസ് പ്ലാൻ ചെയ്താൽ മതി. ഇങ്ങനെ ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ഒരാൾ നിങ്ങൾ മാത്രം. താങ്ക് യു. എന്താണെന്നറിയോ, ട്രേഡിംഗ് പഠിപ്പിക്കുക എന്നുള്ളത്, ട്രേഡിംഗ് എന്ന് പറഞ്ഞ സാധനം എനിക്കൊരു പാഷനാണ്. അപ്പോൾ ഞാനത് പറഞ്ഞു തരുന്നത് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. ഞാൻ എന്താണോ ചെയ്യുന്നത് അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതാണ് ഞാൻ ട്രേഡ് ചെയ്തും കാണിച്ചിരുന്നത്. ക്ലാസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ എം നോട്ട് ഇൻവൈറ്റിംഗ് യു ടു ക്ലാസ്. ഞാൻ നിങ്ങളെ ക്ലാസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നില്ല. കാരണം എന്താ പറയുക, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എല്ലാ ട്രേഡിംഗ് പഠിപ്പിച്ചിട്ട് ഒരാളെ ട്രേഡർ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനൊരു നാട്ടുകാരൊക്കെ ആദ്യം ട്രേഡർമാരാക്കൂലേ. നിങ്ങൾക്കത് പഠിക്കണം എന്നുള്ളൊരു പ്രോപ്പർ താല്പര്യം ഉണ്ടാവണം. റിസ്ക് മാനേജ്മെൻറ്റ് ഫോളോ ചെയ്ത് പോകണം എന്നുള്ള താല്പര്യം നിങ്ങൾക്ക് ഉണ്ടാവണം. അതല്ലാന്നുണ്ടെങ്കിൽ ആര് പടച്ചോ നേരിട്ട് ഇറങ്ങി വന്ന് പഠിപ്പിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾ ട്രേഡർ ആവില്ല. ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അതിനുശേഷം മറ്റവനടുത്ത് നിന്ന് പഠിച്ചിട്ട് റിസൾട്ട് ഉണ്ടായില്ല, ഇവനടുത്ത് നിന്ന് പഠിച്ചിട്ട് റിസൾട്ട് ഉണ്ടായില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇതാണ് ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. സോ പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ 100% ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അല്ലാണ്ട് പിന്നെ RSI വളഞ്ഞവും തിരിഞ്ഞവും പഠിപ്പിച്ചാണെന്നും ഞാൻ കാശ് വാങ്ങിക്കാറില്ല. ഇതിനേക്കാട്ടിലും ഈസിയസ്റ്റ് വേയിൽ, അല്ലെങ്കിൽ ഇതിനേക്കാട്ടിലും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ ക്ലാസ്സിലൊക്കെ എഗെയിൻ അതിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോകേണ്ട അതിൻ്റെ ഒരു പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ലത്. സോ പറഞ്ഞു വന്ന കേസ്, ട്രേഡിംഗ് നമുക്ക് പഠിക്കാൻ പറ്റും, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ എഫേർട്ട് ഇടാൻ റെഡി ആയിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഷുവർ ഹാഷിം ഞാൻ പറയാം. ഇന്ന് പെട്ടെന്നുണ്ടായിരുന്ന ഒരു പ്ലാനാണ്. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് വന്നത്. പെട്ടെന്ന് എനിക്ക് തോന്നി ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഒന്നുകൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്നുള്ളത്. സോ പറഞ്ഞേ, എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുക? ഇപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഓക്കെ ഇന്ന ലെവലിൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ട്രേഡ് ഉണ്ടാവും. അപ്പം എൻ്റെ ലെവൽസ് എന്താണെന്നുള്ളതിൻ്റെ ഡാറ്റ നിങ്ങളുടെ കയ്യിലുണ്ട്. എത്രയോ ദിവസത്തെ ഡാറ്റ നിങ്ങളുടെ കയ്യിലുണ്ട്. ടെലഗ്രാമിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ഒരു ചാർട്ടിൽ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുക? ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? നമ്മൾ പണിയെടുക്കണം അല്ലേ? ബാക്ക് ടെസ്റ്റ്, ഹാർഡ് വർക്ക് അല്ലേ? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സാധനം എവിടുന്നാണ് വരുന്നത്? ബാക്ക് ടെസ്റ്റിലും ഹാർഡ് വർക്കിലുമാണ് ഈ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സംഗതി വരുന്നത് അല്ലേ? സോ പ്രാക്ടീസ് മേക്ക് യു പെർഫെക്റ്റ്. അത്ര മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒരു ഊടായ്പ ഇതിനകത്ത് നടക്കൂല. ഇൻഡിക്കേറ്ററൊന്നും നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കൂല. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, വേറൊരാളും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിടുന്ന അതേ ആത്മാർത്ഥതയിൽ പണിയെടുക്കൂല. സോ നിങ്ങൾ എവിടുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങൾ എഫേർട്ട് ഇടാൻ റെഡി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡർ ആവൂല. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡർ ആവൂല. മനസ്സിലാവുന്നുണ്ടോ? സോ ഇനി എന്തെങ്കിലും ചോദിക്കേണ്ടതുണ്ടെങ്കിൽ ചോദിച്ചാൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഫോറക്സ് ക്ലാസ് ഓൺലൈൻ ക്ലാസ്സസ് വെക്കാമോ? ഓൺലൈൻ ക്ലാസ്സസ് എന്ന് പറഞ്ഞ പരിപാടി നല്ല മടുപ്പുള്ള പരിപാടിയാണ് അനൂപ്. അതാണ് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത്. കാരണം പിന്നെ എൻ്റെ ട്രേഡ് വരുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും ഡൗട്ടുകൾ വരിക. സോ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് 1 റുപ്പി ഫീസ് വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ തീർത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഞാൻ അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓഫ്ലൈൻ മാർക്കറ്റിൽ ഇരുന്നിട്ട്, അതായത് പിന്നെ മാർക്കറ്റ് ഓഫ് ആയതിനു ശേഷം ഇരുന്നിട്ട് കഥ പറയാൻ പറ്റും കഴിഞ്ഞു പോയ ചാർട്ടിൽ. എനിക്കത് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയം മുതൽ തന്നെ ഞാൻ ലൈവ് മാർക്കറ്റിലേക്ക് ക്ലാസ്സിനെ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം അവിടെയാണ് നിങ്ങളുടെ സൈക്കോളജി വർക്ക് ആവുള്ളൂ. അവിടെയാണ് പേഷ്യൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് ചെയ്യേണ്ടതെന്നറിയോ? ഇതിനകത്താണ് ചെയ്യേണ്ടത്. ഏത്? ലൈവ് മാർക്കറ്റിലാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഈ ലൈവ് മാർക്കറ്റിലേക്ക് വരുമ്പം എൻ്റെ ട്രേഡും കാര്യങ്ങളും എല്ലാം കൂടെ പിന്നെ ഇതിനകത്ത് വരുമ്പം ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കേട്ടോ. ഗോൾഡ് ചാർട്ട് എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? ഗോൾഡ് ചാർട്ട് റീഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ വരച്ച് വെക്കാൻ പറ്റും. ഗോൾഡ് ചാർട്ടിലുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ നിങ്ങൾക്ക് വരച്ച് വെക്കാം. ലെറ്റ്സ് സേ ഇത് ഗോൾഡിൻ്റെ ചാർട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. 1 സെക്കൻഡ്. ഓക്കെ, ഇവിടെയുള്ള ഗോൾഡിൻ്റെ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ നിങ്ങൾക്ക് വരച്ച് വെക്കാം. എവിടെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉള്ളത് നമുക്ക് വരച്ച് വെക്കാം. അതേപോലെ തന്നെ ഗോൾഡിൻ്റെ ചാർട്ടിൽ റൗണ്ട് നമ്പേഴ്സ് നിങ്ങൾക്ക് വരച്ച് വെക്കാം.
ക്വാർട്ടർലി നമ്പേഴ്സ് നിങ്ങൾക്ക് വരച്ച് വെക്കാം. ഏതൊക്കെയാണ് റൗണ്ട് നമ്പേഴ്സ് എന്ന് ഞാൻ പറഞ്ഞത്? ലെറ്റ്സ് സേ 3300 സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3325, 3350, 3375, 3400 ഇത് നിങ്ങൾക്ക് വരച്ച് വെക്കാം. ഇതൊക്കെ വരച്ച് വെച്ച് നിങ്ങളൊന്ന് പണിയെടുത്ത് നോക്കിയേ. നിങ്ങളുടെ പണി കുറച്ചുകൂടി ഈസി ആവും. ആദ്യം ട്രേഡ് ചെയ്യാന്നുള്ളതല്ല, ആദ്യം ചാർട്ടിനെ എങ്ങനെ റീഡ് ചെയ്യാം, ആ മാജിക് എങ്ങനെ പഠിക്കാം എന്നുള്ളത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രേഡ് പഞ്ച് ചെയ്ത് തുടങ്ങാം. ചാർട്ടിൽ മാസ്റ്റർ ആവാം ആദ്യം. എടാ സാർ ഇപ്പോൾ പറഞ്ഞ ചാർട്ട് റീഡിംഗ് ലെവൽസ് വരെ ചാർട്ട് റീഡിംഗ് ലെവൽസ് വരെ കാണുന്ന ആക്സിസ് ബാങ്കിൽ കാണിച്ചു തന്നത് വീഡിയോ ആയിട്ട് ഇല്ല, അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല. അതൊരു പ്രോപ്പർ എന്താ പറയുക, അതൊരു ഇൻഡിക്കേറ്റർ മെത്തേഡ് ഒന്നും അല്ലല്ലോ. അതെൻ്റെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള എൻ്റെ ഒരു മെത്തേഡല്ലേ. സോ അതിനെ ഞാൻ എങ്ങനെയാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം? ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെ വീഡിയോ കണ്ട് ഇപ്പോൾ ചാർട്ടിൽ ഒറ്റ ഇൻഡിക്കേറ്ററില്ല. നന്നാവും, വളരെ എളുപ്പം നന്നാവും കേട്ടോ. ട്രേഡർ ആവാൻ യൂഷ്വലി ബാക്കിയുള്ളവരെടുക്കുന്ന ആ ഒരു ടൈമൊന്നും നിങ്ങൾ എടുക്കില്ല. ഇൻഡിക്കേറ്ററൊക്കെ മാർക്കറ്റിന് ചാർട്ടിൽ നിന്ന് ആദ്യം ഒഴിവാകുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ജൂൺ 12 ജൂൺ നിഫ്റ്റി ഡൗൺ സൈഡ് വ്യൂ ആക്റ്റീവ് വലിയ ക്യാൻഡിലായിരുന്നു. അവിടെ ആശാൻ ഡയറക്റ്റ് എൻട്രി പോയിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് പറയാമോ? ജൂൺ 12 നോക്കാം നമുക്ക്. ജൂൺ 12 ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്ന ലെവൽസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. എന്താ പറയുക, ആ കാര്യത്തിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാം. ഇപ്പം ഞാൻ നിങ്ങൾ ടെലഗ്രാമിൽ ഏത് ഡാറ്റ പറഞ്ഞോ, ഏത് ദിവസം പറഞ്ഞോ, ആ ഒരു ദിവസം ഞാൻ എന്ത് ലെവൽസ് ആയിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് വരച്ചു തരാം. അതൊക്കെയാണ് നമുക്കൊരു സംഗതിയിലുള്ള ഗ്രിപ്പ് എന്ന് പറയുന്നത്. സോ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ തന്നിട്ടുണ്ടാകുന്ന ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 155 ആയിരിക്കാം. ആൻഡ് അപ്പർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25 200 ആയിരിക്കാം അല്ലേ. ഇതായിരിക്കും മിക്കവാറും ഞാൻ തന്നിട്ടുണ്ടാവുന്ന ലെവൽ. ജസ്റ്റ് ഒന്ന് ബാക്കിലൊന്ന് പോയി നോക്കി. ജൂൺ 12 അത് പറഞ്ഞ ആൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവും. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തുകൊണ്ട് ഈ ഒരു ഇതിനകത്ത് തന്നെ ട്രേഡിൽ പ്ലാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇവിടെ ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഇത് എനിക്ക് എടുക്കാൻ പറ്റുന്നത് സ്റ്റോപ്പ് ലോസ് ആണ്. സിമ്പിളായിട്ട് അത്ര മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ഈ ഒരു സിംഗ് എനിക്ക് എടുക്കാൻ പറ്റുന്നത് സ്റ്റോപ്പ് ലോസ് ആണ്. അതല്ല, ആ ക്യാൻഡിൽ ഒന്നും കൂടി വലുതായിട്ടാണ് ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ ട്രേഡിനെ കുറിച്ച് ഞാൻ മേ ബി പ്ലാൻ ചെയ്യുകയില്ല. ആൻഡ് ലെവൽസ് ഇത് തന്നെ ആയിരിക്കില്ലേ? ഇത് തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം. ഈ ഒരു ലെവൽ തന്നെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. 194 168 160 നേരത്തെ മാർക്ക് ചെയ്ത് 160 ആയിരുന്നു അല്ലേ? 168 ഈ ഒരു ലെവൽ. സോ ഇത് എനിക്ക് എടുക്കാൻ പറ്റുന്ന SL ആണ്, അതുകൊണ്ട് അത്രേ ഉള്ളൂ. താങ്ക് യു മാർട്ടിൻ, താങ്ക് യു. ഡെയിലി 1 ട്രേഡ് എടുക്കുന്നതാണോ ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഏറ്റവും നല്ലത് തന്നെയാണ് ഒറ്റ ട്രേഡ്, അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. SM ആ ലെവൽസ് എങ്ങനെ ട്രേഡ് എടുക്കുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ. ഒന്ന് കണ്ടാൽ മതി കേട്ടോ, മനസ്സിലാവും കേട്ടോ. വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. 1.5 മണിക്കൂറോളമായി. സോ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അൽപ്പാരി പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഫണ്ട് ആഡ് ചെയ്യാനും വിഡ്രോ ചെയ്യാനൊക്കെ ആസ് കമ്പയർഡ് ടു എക്സ്നസ് ഒന്നും കൂടി ഈസിയാണ്. അൽപ്പാരി നല്ല ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള ബ്രോക്കറാണ്, ലോ സ്പ്രെഡാണ്. ഞാൻ അതൊക്കെ നോക്കിയിട്ട് മാത്രമേ ഞാൻ നിങ്ങൾക്ക് ബ്രോക്കറെ സജസ്റ്റ് ചെയ്യുള്ളൂ. ട്രസ്റ്റ് മീ ഗൈസ്, പടച്ചോനാണ് സത്യം. എനിക്ക് ഓരോ ദിവസവും എനിക്ക് എൻക്വയറി കിട്ടാറുണ്ട്. നിങ്ങൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ പകുതി എനിക്ക് പ്രോഫിറ്റായിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് പോലും എൻ്റെ അടുത്ത് ആൾക്കാർ അപ്രോച്ച് ചെയ്യാറുണ്ട്. ബ്രോക്കറുടെ പേരൊന്നും ഞാൻ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് പറയുന്നില്ല.
അതിൻ്റെ പകുതി എനിക്ക് ബ്രോക്കറേജ് ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് എന്നെ അപ്രോച്ച് ചെയ്യാറുണ്ട്. അതല്ലാതെ വേറെ കുറേ ഫോറക്സ് ബ്രോക്കേഴ്സ് ഉണ്ട്, അവർ ഹെവി സ്പ്രെഡാണ് അവിടെ തരുന്നത്. ഹെവി സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ബ്രോക്കറെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുമ്പം അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കുന്ന ട്രേഡിംഗ് കമ്മീഷൻ എന്താണോ അതിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് എനിക്ക് തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അത് നിങ്ങൾ ഡയറക്റ്റ്ലി പോയിട്ട് അപ്രോച്ച് അക്കൗണ്ടിന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ആ കമ്മീഷൻ അവർ ഫുള്ളായിട്ട് എടുക്കും. ബട്ട് ഞാനത് സജസ്റ്റ് ചെയ്ത് തരുമ്പം എനിക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ചെറിയൊരു പെർസെൻറ്റേജ് എനിക്ക് അവർ തരുന്നുണ്ട്. വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ബ്രോക്കേഴ്സിനെ ഒക്കെ എനിക്ക് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അവിടെ എനിക്ക് ഇതിനേക്കാളും ലാഭമാണ്. കാരണം എന്താ, അവിടെ ഈ എക്സിനസിൽ നിങ്ങളൊരു സ്റ്റാൻഡേർഡ് ലോട്ട് ട്രേഡ് ചെയ്യുമ്പോൾ $15-16 നിങ്ങളുടെ കയ്യിൽ നിന്ന് ചാർജായിട്ട് അവർ പിടിക്കുന്നുണ്ടെങ്കിൽ മറ്റിടത്തത് പിടിക്കുന്നത് 50. സോ ആസ് കമ്പയർ ടു ദാറ്റ് എനിക്ക് കിട്ടാൻ പോകുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് 50-ൻ്റെ എത്ര പെർസെൻറ്റേജ്. സോ എനിക്ക് ഡെഫിനറ്റ്ലി എനിക്ക് വലിയ പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. സോ എനിക്കത് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രോക്കേഴ്സിനെ സജസ്റ്റ് ചെയ്യാത്തത്. ബട്ട് ഇതെന്തുകൊണ്ട് സജസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റായിട്ട് ഞാൻ അവരുടെ കൂടെ മീറ്റിംഗ് ഇരുന്നിട്ട് എത്രയാണ് അതിനകത്ത് ചാർജസ് വരുന്നത്, എത്രയാണ് അതിനകത്ത് സ്പ്രെഡ് വരുന്നത് എന്നുള്ളതൊക്കെ കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു ബ്രോക്കറിനെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അതും ഞാൻ ചെയ്തത് എപ്പോഴാണ്, ഈ എക്സ്നസിൽ ഇതിനകത്ത് ഈ ഫണ്ട് ആഡ് ചെയ്യാനും വിഡ്രോ ചെയ്യാനൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം മാത്രമാണ്. എക്സ്നസിന് പകരം നിങ്ങൾക്ക് FXTM യൂസ് ചെയ്യാം. ഞാൻ അതിൻ്റെ ലിങ്ക് ഇന്നിപ്പോൾ ടെലഗ്രാം ചാനലിൽ അയച്ചിട്ടുണ്ട് കേട്ടോ. റെക്കോർഡ് ഇതിനകത്ത് ഉണ്ടാവും, യൂട്യൂബിലുണ്ടാവും കേട്ടോ. ഏറ്റവും നല്ലത് അഭിഷേക് ആ ഒരു ദിവസത്തിന് ഒഴിവാക്കുക എന്നാണ്. എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണം എന്നുള്ള വാശിയൊന്നും വേണ്ട. രാവിലെ മൊമെൻറ്റം ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. കാരണം ഈവനിങ് മേ ബി മൊമെൻറ്റം വന്നേക്കാം. ബട്ട് ഏറ്റവും കൂടുതൽ മൊമെൻറ്റം വരുന്നത് മോർണിംഗ് ടൈമിലാണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. സോ ആ സമയത്ത് മൊമെൻറ്റം ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക കേട്ടോ. സാറ്റർഡേ സൺഡേ ലൂസിങ് മൈ ക്യാപിറ്റൽ ഇൻ BTC, സോ ഐ സ്റ്റോപ്പ് ട്രേഡ് ഇൻ BTC. ഇറ്റ്സ് ഒരു പെർട്ടിക്കുലർ സെറ്റപ്പ് എന്നുള്ള രീതിയിലൊന്നുമല്ല ഞാൻ എപ്പോഴും പ്ലാൻ ചെയ്യുന്ന എൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ്, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഫോറക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ലിക്വിഡിറ്റിയും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ അതിനൊരു പെർട്ടിക്കുലർ സെറ്റപ്പായിട്ട് എനിക്ക് പറഞ്ഞു തരാനില്ല. പ്രൈസ് റീഡിങ് തന്നെയാണ് ഞാനവിടെ ചെയ്യുന്നത്. എക്സ്നസിന് പകരമായിട്ടുള്ള ബ്രോക്കറാണ് ഞാൻ ടെലഗ്രാമിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ലിങ്ക് ഇതിനെ യൂസ് ചെയ്താൽ മതി. ആൻഡ് ഇതിനകത്ത് അക്കൗണ്ട് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ്നസിൽ അക്കൗണ്ട് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഗ്രൂപ്പിൽ മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ, ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിനകത്തേക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. അവർ നിങ്ങളെന്ത് ചെയ്യും, വെരിഫിക്കേഷൻ കാര്യങ്ങളും ചെയ്തതിന് ശേഷം അവർ നിങ്ങളെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യും കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഞാൻ എടുക്കുന്ന ട്രേഡുകൾ എല്ലാ ദിവസവും ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യാറുണ്ട്. ആൻഡ് ആ ട്രേഡുകൾ നിങ്ങൾക്കും എടുക്കാൻ പറ്റും കേട്ടോ. ഷുവർ പ്രജിത്ത്, നമുക്ക് പ്ലാൻ ചെയ്യാം, നമുക്ക് നോക്കാം കേട്ടോ. റണ്ണവേ ഗ്യാപ്പ് ഉണ്ടല്ലോ അഭിഷേക്, റണ്ണവേ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം കേട്ടോ. പ്രജിത്ത്, താങ്ക് യു മാൻ, താങ്ക് യു. റണ്ണവേ ഗ്യാപ്പ് ഒന്നും ആരും പറയാത്തൊരു കൺസെപ്റ്റാണ്. എനിക്ക് തോന്നുന്നില്ല വേറെ ആരെങ്കിലും വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. സോ റിസൾട്ടുള്ള സംഗതിയിൽ ഞാൻ ഫോളോ ചെയ്യാറുള്ളൂ. അതിനെയാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ കോണ്ടൻറ്റ് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ കോണ്ടൻറ്റ് ഉണ്ടാക്കാം. ബട്ട് അത് ഞാൻ ചെയ്യാറില്ലല്ലോ. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഗതിനെ മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളത്. സോ നിങ്ങൾക്ക് അതിനെ ടെസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് അതിനെ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ ട്രേഡ് ചെയ്യാം കേട്ടോ. ഗോൾഡിനെ കുറിച്ച് നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാം. ഷുവർ ഇൻ കമ്മിങ് ഡേയ്സ് നമുക്ക് ചെയ്യാം കേട്ടോ. വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ ചോദിച്ചേ. ഒരു 5 മിനിറ്റ് കൂടി, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. 5 more minutes. ഓക്കെ അല്ലേ? സെഷൻ യൂസ്ഫുൾ ആയിട്ടില്ല എല്ലാവർക്കും? പറഞ്ഞേ. നമ്മൾ ചാർട്ടിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട, ചാർട്ടിന് സമയം കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ലേ? ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഏറ്റവും സിമ്പിളായിട്ടുള്ള ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നെ തന്നെയാണ്. ഞാനൊരു പോയിന്റിൽ തോറ്റാൽ തോറ്റു എന്ന് വിശ്വസിക്കുക, തോറ്റു എന്ന് മനസ്സിലാക്കുക, തോറ്റു എന്ന് അംഗീകരിക്കുക. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്നത്. ആ ഒരു അപ്രോച്ച് നിങ്ങൾ മാർക്കറ്റിനോട് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ട്രേഡിങ് 100% നന്നാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഞാൻ തോറ്റു, ആ സ്റ്റോപ്പ് ലോസ് എനിക്ക് വന്നു, ആ ഒരു പോയിന്റിൽ എനിക്ക് SL ഹിറ്റായിട്ടുണ്ട്, അത് അംഗീകരിച്ചാൽ മതി. ഞാൻ തോൽക്കാൻ പാടില്ലാത്തവനാണ്, ഞാൻ വലിയ കൊണാണ്ടറാണെന്നൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് എത്ര പ്രാവശ്യം റീഫിൽ ചെയ്തിട്ടും കാര്യമില്ല, അടിച്ചു പോകും.
യാ അപ്പോൾ താങ്ക് യു. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ ഈ വീഡിയോ ഡെഫിനറ്റായിട്ടും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. വീഡിയോ ഒന്നുകൂടി കാണുക, എന്നിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് അതിൻ്റെ താഴെ ടൈപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇനി എന്താ പറയുക ഫർദർ ഇത് നമ്മൾ ചെയ്യുള്ളൂ, ഇതുപോലുള്ള സെഷൻസ് നമ്മൾ ചെയ്യുള്ളൂ. സോ അങ്ങനെയാണ് പ്രോപ്പറായിട്ട് നിങ്ങളുടെ കമൻസും നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന കമൻസും ഞാൻ വായിക്കും. സോ അതിനകത്ത് നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളും ഇൻട്രാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എഗെയിൻ ഇനി ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ആഴ്ചയൊക്കെ ചെയ്യുമ്പോൾ അടുത്ത ആഴ്ചേൻ്റെ പിറ്റത്താഴ്ചയൊക്കെ ചെയ്യുമ്പോൾ മുൻകൂട്ടി അറിയിച്ചതിന് ശേഷം നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാനും പിന്നെ നോട്ട് ചെയ്ത് വെക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ തന്നതിന് ശേഷം ഇതേപോലത്തെ നമുക്ക് ലൈവ് സെഷൻസ് ഇരിക്കാം. ആൻഡ് ആരും പറഞ്ഞു തരുന്നതിനേക്കാട്ടിലും പഠിപ്പിച്ചു തരുന്നതിനേക്കാട്ടിലും ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് എന്താണെന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തരാം. അത് ഒരിക്കലും എന്തല്ല പരസ്യം ചെയ്യുന്നുണ്ട് ആളെ കൂട്ടുന്ന പരിപാടി ഒന്നും ഞാൻ എടുക്കാറില്ല. അങ്ങനത്തെ ആ വക ഇടപാടുകളൊന്നും നമുക്കില്ല. സോ നിങ്ങൾ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ട്രേഡ് ചെയ്യാൻ ലാപ്ടോപ്പാണോ ഫോണാണോ? ഡെഫിനറ്റ്ലി ലാപ്ടോപ്പാണ് ഗുഡ്. എത്രത്തോളം വലിയ സ്ക്രീൻ ആകാൻ പറ്റുമോ അത്രത്തോളം വലുത് എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം അപ്പോൾ നമുക്കൊരു ഹോൾ പിക്ചർ കിട്ടുമെന്നുള്ളതാണ് കേട്ടോ. ഫോണിൽ നമുക്ക് ചാർട്ട് റീഡ് ചെയ്യാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും. യെസ് യൂട്യൂബിൽ വരും കേട്ടോ. മാർക്കറ്റിൽ ലൈവ് സെഷൻ സെബി എൻ്റെ അക്കൗണ്ട് അടപ്പിക്കുന്ന പരിപാടിയാണ് അനീഷ്. നമുക്ക് നോക്കാം എന്നാലും കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ പരിപാടി. അപ്പോൾ എഗെയിൻ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും ഇൻട്രാക്ഷൻ യൂട്യൂബിൽ ഈ വീഡിയോയുടെ താഴെ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതുപോലത്തെ ഒരു സെഷൻ നമ്മളിനി പ്ലാൻ ചെയ്യുള്ളൂ. ഒരു വീഡിയോ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 10, 20, 25 മിനിറ്റ് കൊണ്ട് എനിക്ക് ഈ പരിപാടി ചെയ്തു പോകുമായിരുന്നു. ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് എനിക്ക് സംസാരിച്ചാൽ മതി. ഇത് നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്തിട്ട് നമ്മൾ പോയിട്ടുള്ളൂ അല്ലേ. അപ്പം നമുക്ക് പിന്നെ എന്തായിരിക്കണം, നിങ്ങളുടെ ഭാഗത്തു നിന്നും സെയിം എന്താ പറയുക പ്രോത്സാഹനം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റാക്കാം കേട്ടോ. മാർക്കറ്റ് ലൈവ് അതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. ആദ്യം നിങ്ങൾ പിന്നെ നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾ ഇൻട്രാക്റ്റീവ് ആണെന്നുള്ളത് നോക്കട്ടെ, നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ, അതിന് ശേഷം നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ മക്കളെ, ശരി എന്നാൽ ഇടാ. അപ്പോൾ ബൈ.